ഹലോ, ഗുഡ് ഈവനിങ് ആണ് എല്ലാവരും. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ചില ഇനിഷ്യൽ സെറ്റിംഗ്സ് ചെയ്യുകയാണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്, അപ്പോൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. സോ ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതൽ 20 വരെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്ന നമ്മുടെ ട്രെയിനിങ് സെന്ററിന്റെ ഓഫീസ് കണ്ണൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. ഏകദേശം 1000-ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ഞാനിപ്പോൾ എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നാണ് ഈ ഒരു സെഷൻ എടുക്കുന്നത്. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഒരു സെഷനിലേക്ക് വന്നിരിക്കുന്നത്. സോ ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ ഇടാം. എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ, കാസർഗോഡ് നിന്നുണ്ട്. ഓക്കെ, കാലിക്കറ്റ്. ഓക്കെ, പാലക്കാട്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. കാസർഗോഡ്, ഒമാൻ, CBE. ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡിയാണ്. ഓക്കെ, യെസ്. ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്കിൽ ഞാൻ ഇവിടെ നിന്ന് വിശദീകരിക്കാം. നമ്മുടെ കോ ഹോസ്റ്റ് റിഫാന ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് കാണുന്ന ടോപ്പിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് വർഷത്തിൽ 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടുന്നത് എങ്ങനെ. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് കാണുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ്, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ, പോസ്റ്ററുകളും ലോഗോയും ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന മെത്തേഡ്, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള സംഗതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിലേക്ക് വർഷത്തിൽ 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടുന്നത് എങ്ങനെയാണ്, അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം കിടക്കാം. ഓക്കെ, സോ അതെങ്ങനെയാണ് ആക്ച്വലി അത് സാധ്യമാകുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യവും നേടിയെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്ന മിഷൻ 36 ലാക്സ്, ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ നമുക്ക് നേടണമെങ്കിൽ നമ്മൾ ആ ഒരു നേട്ടം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനെ മന്ത്ലി ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഓരോ മാസം 3 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലേക്ക് എത്താൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, വാട്സ്ആപ്പ്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ സോ ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ അറിയാം, ഈ ഒരു മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആകാൻ സാധ്യതയുള്ളവർ. ഇവർ സ്വന്തമാക്കാൻ വേണ്ടി പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. അതിലൊന്നാണ് ട്രഡീഷണൽ മാർക്കറ്റർ. വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തിട്ട് കാത്തിരിക്കുക. സോ അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, വാട്സ്ആപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ. സോ അതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആ ബിസിനസിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൂൾസും ടെക്നിക്സും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കൊരു ബിസിനസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, വെബ്സൈറ്റ് ക്രിയേഷൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്കില്ലുകൾ പഠിച്ചാലാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. മിനിമം ഡിസൈൻ ചെയ്യുന്ന സ്കില്ലും ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്കില്ലും, ഈ 2 സ്കില്ലുകൾ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ഫസ്റ്റ് ടൂൾ തന്നെ കാണാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൂളിലേക്കാണ് കിടക്കാൻ പോകുന്നത്.
റെഡിയാണോ? ഡിസൈൻ ചെയ്യുന്ന ടൂൾ. യെസ്. അപ്പോൾ ഇവിടെ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വന്നതോടുകൂടി ആർക്ക് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. പോസ്റ്ററുകളോ ലോഗോയോ എന്ത് സംഗതിയും നമുക്ക് ഒരു കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം പരിചയപ്പെടുത്തുന്ന ടൂൾ എന്ന് പറയുന്നത് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. AI ബിങ് ഇമേജ് ക്രിയേറ്റർ അല്ലെങ്കിൽ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് ലഭിക്കും, bing.com/create. ഈ ഒരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൂളിലേക്ക് നമ്മൾ ചെന്നതിന് ശേഷം അവിടെ നമുക്ക് കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കമാൻഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ. ഇവിടെ നമ്മുടെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. കമാൻഡ് എന്ന് പറയുന്നത് എനിക്കൊരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇവിടെ കൊടുക്കുന്ന കമാൻഡ് ഇതാണ്, ക്രിയേറ്റ് എ 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് വേണ്ടത് വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടിയാണ് ആ ഡിസൈൻ വരേണ്ടത്. സോ ഈ ഒരു കമാൻഡ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഈ കമാൻഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ലഭിക്കും. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫ്യൂം ബോട്ടിലിന്റെ മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഇപ്പം തന്നെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാ വന്നു കഴിഞ്ഞു. നമുക്ക് ഒന്നിന് പകരം 4 പെർഫ്യൂം ബോട്ടിൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം വന്നിട്ടുണ്ടോ നോക്കാം. സോ വന്നിട്ടുണ്ട്. അതിനകത്ത് നോക്കി റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമോട് കൂടി തന്നെയാണ് അത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക് ഡിസൈനർ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് അതിന്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ കിട്ടിയ ഡിസൈനിനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ അതവിടെ കാണിച്ചു തരാം. സോ അതിന് ഇപ്പം ഡിസൈൻ ചെയ്ത ഒരു ഇമേജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് സൂം ചെയ്ത് നോക്കാം. നോക്കിയേ എത്ര മനോഹരമായിട്ടുള്ള ഡിസൈനാണ് അത് ഒറ്റ കമാൻഡിൽ തന്നിരിക്കുന്നത്. നോക്കിയേ റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിം കൂടി തന്നെ ഡിസൈൻ വന്നിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കൊരു ഫോൺ നമ്പറോ ലോഗോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. ഈ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ തന്നെ നമുക്കൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യാനും അവിടെ നമുക്ക് ഫോൺ നമ്പറോ ലോഗോയോ വെച്ച് ആ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കും. സോ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിസൈനിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്താനും സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈ ടൂളുകൾ ഫ്രീ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എനിക്ക് ഇവിടെ ഒരു ഫോൺ നമ്പർ എഴുതണമെങ്കിൽ ഇവിടെ ഇടതുവശത്ത് നമുക്ക് T എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലും കാര്യം എഴുതണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓർഡർ നൗ എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നീക്കി ഇവിടെ താഴെ കൊണ്ടുവന്നു. സോ ഇതിനകത്ത് ഓർഡർ നൗ എന്ന് എനിക്കൊന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡർ നൗ എന്ന് എനിക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫോൺ നമ്പർ ഉൾപ്പെടെ ഓർഡർ നൗ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ സൈസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. സോ ഇതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചു. സോ ഈ രീതിയിലാണ് ആക്ച്വലി ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇനി ഈ കൊടുത്ത കമാൻഡ് എങ്ങനെയാണ് ഞാൻ നിർമ്മിച്ചത്? ഈ കമാൻഡ് നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൂളിൽ തന്നെ നമ്മൾ വരികയാണെങ്കിൽ അതിന്റെ ഹോം പേജിൽ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. നോക്കി, കമാൻഡ് ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ഇതിനകത്ത് കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളതിന്റെ എക്സാമ്പിളുകളാണ്. സോ അപ്പൊ നമുക്ക് അതിനകത്തുള്ള എക്സാമ്പിൾ എടുത്ത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടേതായിട്ടുള്ള കമാൻഡ് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. അതൊക്കെ ഈ ഒരു കമാൻഡ് കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇതേപോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അത് വെച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൂള് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിഗ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അനായാസം ആർക്ക് വേണമെങ്കിലും പോസ്റ്ററോ ലോഗോയോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് പോകാൻ റെഡിയാണോ? യെസ്. ഓക്കെ, രണ്ടാമത്തെ ടൂള് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഓക്കെ, ക്യാൻവ നിങ്ങൾ ചിലരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. സോ ഉപയോഗിക്കാത്തവർ യൂസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേറെ ആരെയും ആശ്രയിക്കാതെ ഓക്കെ canva.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്.
സോ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ക്യാൻവയുടെ സൈറ്റ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് കാണിക്കാം. canva.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. സോ അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും. പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ലോഗോ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ ആണെങ്കിൽ ഫുഡ് ലോഗോ ഒന്നും റെസ്റ്റോറൻറ്റ് ലോഗോ ഒന്നും ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോ അതിൻ്റെ ലോഗോ നമുക്കിപ്പോൾ ഇവിടെ ഒരുപടി റെഡിമെയ്ഡ് ഡിസൈൻസ് നമുക്ക് ലഭിക്കും. സോ അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഡിസൈൻ ആക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ ഞാൻ ഫുഡ് ലോഗോ എന്ന് കൊടുത്തപ്പോൾ ഒരുപാട് ഡിസൈൻസ് റെഡിമെയ്ഡ് ആയിട്ട് വന്നു. ഇതിൽ 50% ഡിസൈനുകൾ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് നമുക്ക് അതിന്റെ പേര് മാറ്റി കളറൊക്കെ ചേഞ്ച് ചെയ്ത് അതിന്റെ സിമ്പിളൊക്കെ മാറ്റി നമുക്ക് ഡിസൈൻ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനൊരു പോസ്റ്റർ ഒരെണ്ണം ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാണിക്കാം. അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കണം. അതിന് പറ്റിയ ഒരു പോസ്റ്റർ വേണം. അപ്പോൾ ഞാനിവിടെ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പം ഇൻഷുറൻസ് പോളിസികൾ സെല്ല് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നിരവധി റെഡിമെയ്ഡ് പോസ്റ്ററുകൾ നമുക്കിപ്പോൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് കൊടുത്തപ്പോൾ ഒരുപാട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് വന്നിരിക്കുന്നു. സോ അതിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനോ അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ലോഗോയും ഒക്കെ മാറ്റി നമ്മുടെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ ആക്കി മാറ്റുന്ന സംവിധാനം. സോ അതിനു വേണ്ടി കസ്റ്റമൈസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് ഒരു ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ 100 കണക്കിന് ഡിസൈൻസ്, അതും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ്. നമുക്ക് അതിനെ എടുത്ത് കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. നോക്കി, ഇപ്പോൾ ഇത് ഈ ഒരു പോസ്റ്ററിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണം. ജസ്റ്റ് അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമുക്കവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ ഈ ഒരു ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാക്കണം അല്ലെങ്കിൽ ഹെൽത്ത് എന്നാക്കണമെങ്കിൽ ഇവിടെ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ലോഗോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. ഓക്കെ, ലോഗോ എങ്ങനെയാണ് ഇതിൽ വെക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്ന ലോഗോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അവിടേക്ക് നമ്മുടെ ലോഗോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ലോഗോയോ ഇമേജുകളോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഇതിന്റെ സൈഡിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ആണ് ഞാനിപ്പോൾ ഇവിടെ സൈഡിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നോക്കി, നമ്മുടെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. ഡിസൈനിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച സംഗതികളെല്ലാം വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്, ഫോൺ നമ്പർ ഉണ്ട്, വെബ്സൈറ്റ് അഡ്രസ് ഉണ്ട്, അതേപോലെ തന്നെ ലോഗോ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് മലയാളത്തിലാണ് നമുക്ക് ഈ പോസ്റ്റർ വേണ്ടതിരിക്കട്ടെ. ഓക്കെ, മലയാളത്തിലാണ് നമുക്ക് ഇത് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് മലയാളം ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ഹെൽത്ത് എന്നുള്ളത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഹെൽത്ത് എന്നുള്ളത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കി, ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്ററിന്റെ മൊത്തത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ ചെയ്യാനോ ഒക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ബ്രോഷറുകളൊക്കെ പ്രിന്റ് ചെയ്യുന്ന ബ്രോഷറുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാ ടൈപ്പിലുള്ള ഡിസൈനുകളിലും ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാൻവ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൊബൈലിലും യൂസ് ചെയ്യാൻ സാധിക്കും. സോ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് പരിചയപ്പെടുത്താം. സോ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിടത്തും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കാണിക്കാം. പ്ലേ സ്റ്റോറിൽ ചെന്നാലും ആപ്പ് സ്റ്റോറിൽ ചെന്നാലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ. ഇതിനകത്ത് വീഡിയോസും നമുക്ക് വീഡിയോ ടെംപ്ലേറ്റ്സും ഉണ്ട്, അത് നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്ററോ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് അന്നേരം തന്നെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് യൂസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈനറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും പൈസ കൊടുത്ത് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 ടൂളുകളാണ് നമ്മൾ കണ്ടത്. ബിങ് ഇമേജ് ക്രിയേറ്റർ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AI ടൂൾ, അതേപോലെ തന്നെ ക്യാൻവ. ഓക്കെ, നമുക്കിനി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിലേക്ക് കടന്നല്ലോ. റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിലേക്ക് പോകാൻ റെഡിയാണോ? എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ കൊടുക്കുന്നത്? യെസ്, റെഡിയാണ്. ഓക്കെ, സോ ഞാൻ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്തതിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഈ ഒരു 1.5 മണിക്കൂർ സെഷനിൽ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്.
ഇവിടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ക്രിയേഷൻ, അത് കൂടാതെ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു അവയർനെസ് ക്ലാസ് ആണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ടൂളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് അതിന്റെ പ്രയോജനം എന്താണെന്ന് നോക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഒരു ബിസിനസ് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് എൻക്വയറീസ് ലഭിക്കുകയും ബിസിനസ് ലഭിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മുടെ ഒരു കസ്റ്റമർ മറ്റൊരാളെ റെഫർ ചെയ്ത് അവർ വരുന്നവരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മണ്ടത്തരമുള്ള സംഗതിയാണ്. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് എൻക്വയറീസ് വരുന്നു, ആ എൻക്വയറീസ് നമുക്ക് കിട്ടുന്നു, അതുവഴി നമ്മൾ കസ്റ്റമറെ ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും പുതിയ പുതിയ ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് വളരെ പ്രയോജനപ്പെടുന്നതാണ്. സോ രണ്ടാമത്തത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സർവീസ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതൊരു സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ കയ്യിലെല്ലാം ഇന്റർനെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നെറ്റ് ഉണ്ട്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറയുന്നത് സൗണ്ട് ലോ ആണെന്ന്, മറ്റുള്ളവർക്ക് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ഇവിടുത്തെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ, പലരും ക്ലിയർ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലാത്തവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇവിടെ മാക്സിമം വോളിയം വെച്ചിട്ടുണ്ട്. വീഡിയോ സെറ്റിംഗ്സിൽ ഓഡിയോ നോക്കട്ടെ. ഓക്കെ, ഓഡിയോ മാക്സിമം ഞാൻ വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലാത്തവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കുന്നുള്ളത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യാത്തവരാണെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്താണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളുടെ ഇടയിൽ മറ്റ് പല പോസ്റ്റുകളും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഫേസ്ബുക്ക് എടുത്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇവിടെ സ്പോൺസേഡ് എന്നുള്ള ഒരു ചെറിയ ലേബലിൽ പരസ്യങ്ങൾ കയറി വരുന്നത് കാണാൻ സാധിക്കും. സ്പോൺസേഡ് എന്നുള്ള ചെറിയ ലേബലിൽ കാണിക്കുന്നത് അഡ്വർടൈസ്മെന്റുകളാണ്. അതിൽ ചിലതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, അതിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ ഒരു പോപ്പപ്പ് വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ പോപ്പപ്പ് വിൻഡോയിൽ നമ്മുടെ ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരസ്യം ചെയ്ത ആൾക്കാർക്ക് അത് കിട്ടുകയും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് പറയുന്നത്. അതായത് ലീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കസ്റ്റമർ എൻക്വയറിക്കാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ ലീഡ് ജനറേഷൻ ആഡിലൂടെ നമുക്ക് എൻക്വയറീസ് നമുക്കൊരു എക്സൽ ഷീറ്റിൽ ലഭിക്കുകയും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഫേസ്ബുക്കിൽ നിന്ന്. സോ ഇത് ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി ചില അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ പരസ്യം കൊടുത്തവരുടെ പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ഒരു സ്പോൺസേഡ് ആഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്പോൺസേഡ് പരസ്യത്തിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റിലായിരിക്കും എന്തെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ്. ട്രാഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റിലേക്ക് ആൾക്കാർ കടന്നു വരുന്നതിന് ട്രാഫിക് അല്ല, ആ വെബ്സൈറ്റ് ട്രാഫിക് എന്നാണ് പറയുന്നത്. അപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ വെബ്സൈറ്റിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ എൻക്വയറീസ് അവിടെ കൊടുക്കാനോ സാധിക്കുന്നതാണ്. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. പരസ്യം കൊടുത്തവരുടെ വാട്സാപ്പിലേക്ക് പോയി ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ചാറ്റ് എൻക്വയറീസ് വാട്സാപ്പിലായിരിക്കും വരുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ സാധിക്കും. ലീഡ് ജനറേഷൻ, ട്രാഫിക് ആഡ്, വാട്സാപ്പ് ചാറ്റ് ആഡുകൾ. സോ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ കൊണ്ട് നമുക്ക് എൻക്വയറീസ് ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എൻക്വയറീസ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെയുള്ള ആഡുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പൊ അത് എൻക്വയറീസ് എങ്ങനെ വരണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന ലൊക്കേഷനിലുള്ള, ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെ കാണിക്കണമോ പുരുഷന്മാരെ കാണിക്കണമോ എന്നുള്ളത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അവരിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതേപോലെയുള്ള പരസ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. ഓക്കെ, പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വന്ന് നമ്മളൊരു പേജ് കൂടെ സെറ്റ് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പേജ് നമുക്ക് ഫ്രീ ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ ഇതുവരെ പേജ് ഉണ്ടാക്കിയിട്ടില്ലാത്തവര് പേജസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യുക.
അപ്പൊ ഇവിടെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ഇല്ലെങ്കിൽ വേറെ ആൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പേജ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞ് നമുക്ക് പേജ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസിയാണ്. ആ ഇൻഷുറൻസ് ഏജൻസിയുടെ പേര് എന്ന് പറയുന്നത് ഗാലക്സി ഇൻഷുറൻസ് എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ ഗാലക്സി ഇൻഷുറൻസ് എന്നുള്ള പേരിൽ തന്നെ നമുക്കൊരു പേജ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ആ പേജിന് നമുക്ക് പേര് കൊടുക്കാം. ആ പേജിന് ഒരു ലോഗോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ പേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വീതിയുള്ള ഒരു ഡിസൈൻ, അതിന് പറയുന്നത് കവർ പിക്ചർ എന്നാണ്. കവർ പിക്ചർ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ കവർ പിക്ചറൊക്കെ നമുക്ക് ക്യാൻവയിൽ നിന്ന് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ക്യാൻവയിൽ ഫേസ്ബുക്ക് കവർ എന്ന് പറയുന്ന ഡിസൈനുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജിനകത്തേക്ക് നമുക്ക് ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ, പ്രൊഡക്റ്റുകൾ, സർവീസുകളൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് കമ്പനിയുടെ പേജാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വിവിധ പേജുകളിൽ ഒരു പേജാണ് ഇവിടെ കാണിക്കുന്നത്. സോ ആ പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകളും അത് പ്രൊമോട്ട് ചെയ്യുന്നതും ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള ഈ ഒരു പേജ്, ഈ പേജിനകത്ത് ഓരോ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഓരോ പോസ്റ്റുകളും അതിൻ്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നിരിക്കുന്നുണ്ടോ. ഈ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ലഭിക്കും. അപ്പൊ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ബട്ടൺ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പേജിനകത്ത് പോസ്റ്റ് ചെയ്തെങ്കിലേ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ലഭിക്കത്തില്ല. അപ്പൊ ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ലഭിക്കാൻ നമ്മൾ പേജ് ക്രിയേറ്റ് പേജിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പേജ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. ഇനി ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ആണ് ലഭിക്കുന്നത് നോക്കാം. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതായിക്കോട്ടെ, അവരുടെ ആ ഒരു പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ പോസ്റ്റ് ഇട്ടതിന് ശേഷം ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. ഓക്കെ, ടാർഗറ്റിംഗ് ഓപ്ഷൻസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, മെൻ ഓർ വിമൻ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്, അത് രണ്ടു കൂട്ടരെയും ഈ പരസ്യം കാണിക്കണമോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം എത്തേണ്ടത്, നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഏജ് ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ കാണിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അങ്കമാലി ലൊക്കേഷനിലാണ് കാണിക്കേണ്ടതിരിക്കട്ടെ. സോ അങ്കമാലി എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു സർക്കിൾ വന്നിരിക്കുന്നുണ്ടോ. ഈ സർക്കിളിന്റെ വലിപ്പം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് അങ്കമാലി കോട്ടയം കൂടെ വേണമെങ്കിൽ ഇവിടെ കോട്ടയം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോട്ടയം ലൊക്കേഷനെ ടാർഗറ്റഡ് ആവും. ഒരു ചെറിയൊരു സ്ഥലം മാത്രം മതിയെങ്കിൽ ആ ചെറിയ സ്ഥലം മാത്രം ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് എത്ര സ്ഥലങ്ങൾ വേണമെങ്കിൽ ഈ മാപ്പിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കേരളം ഫുള്ള് വേണമെങ്കിൽ കേരള എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഫുള്ള് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ കേരള എന്ന് കൊടുത്തപ്പോൾ കേരള സ്റ്റേറ്റ് ഫുള്ള് സെലക്റ്റഡ് ആയിരിക്കുന്നതുണ്ടോ മാപ്പിനകത്ത്. ഇനി കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് UAE പരസ്യം ചെയ്യണമെങ്കിൽ ഇവിടെ UAE അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ UAE എന്ന് പറയുന്ന കൺട്രി ഇപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആവും. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന കൺട്രി ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ UAE സെലക്ട് ഇത് അതിനകത്ത് നമുക്ക് ദുബായ് മാത്രം മതിയെങ്കിൽ ദുബായ് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ എല്ലാം പരസ്യം റൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ പരസ്യം കാണിക്കണം, ഇന്ന ടൈപ്പിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ പരസ്യം കാണിക്കണം, അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റുഡൻസിനെ പരസ്യം കാണിക്കണം. സോ നമുക്കിവിടെ ബിസിനസ് എന്ന് കൊടുക്കുവാണെങ്കിൽ, ബിസിനസ് ഓണർ എന്ന് കൊടുക്കുവാണെങ്കിൽ, സോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ആ പരസ്യം എത്തിച്ചേരും. അതേപോലെ തന്നെ സ്റ്റുഡൻസിനെയാണ് കാണിക്കേണ്ടതെങ്കിൽ സ്റ്റുഡൻസ് എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ആ രീതിയിൽ ആൾക്കാരുടെ ജോലി വെച്ചിട്ട്, ആൾക്കാരുടെ പഠനങ്ങൾ വെച്ചിട്ട്, അതുപോലെ തന്നെ ആൾക്കാരുടെ താല്പര്യങ്ങൾ വെച്ചിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ യോഗ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവല്ല ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ യോഗ ആൻഡ് ഫിറ്റ്നസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സോ യോഗ ക്ലാസ്സുകളിലൊക്കെ പോയി പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ആ പരസ്യം എത്തിക്കും. ഓക്കെ, അതേപോലെ ഇപ്പൊ നമുക്ക് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് പരസ്യം എത്തണം. നമ്മൾ ഇൻഷുറൻസ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പിന്നെ റിലേറ്റഡ് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു. ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കുക. സോ ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ആ പരസ്യം എത്തിച്ചേരും. സോ ഇതിനാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റിംഗ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പരസ്യം ചെയ്യുമ്പോൾ ഇത്രയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് എന്ത് പൈസ മുടക്കേണ്ടി വരും ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി? നമുക്ക് മിനിമം ചാർജ് 90 രൂപയിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. സോ ഒരു ദിവസത്തേക്ക് 90 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ പരസ്യം കൊടുക്കാൻ സാധിക്കും. സോ ഇത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്ക് എത്രത്തോളം റീച്ച് കിട്ടണോ അതിനനുസരിച്ച്, എത്രത്തോളം എൻക്വയറീസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും.
ഇപ്പൊ 200 രൂപ വെച്ച് നമ്മൾ 5 ദിവസത്തേക്ക് ആഡ് റൺ ചെയ്യുന്നു. 200 ഗുണം 5, 1000 രൂപ. 1000 രൂപയ്ക്ക് നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ എത്ര എൻക്വയറീസ് കിട്ടുന്നു, എത്ര ബിസിനസ് കിട്ടുന്നു, അതിനനുസരിച്ച് നമുക്ക് അതിന്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും. സോ ആ രീതിയിൽ ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ദിവസം വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് മുതൽ എന്ന് വരെയാണ് ഇത് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് പൈസ അടയ്ക്കാൻ ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, പേടിഎം ആണോ, എന്ത് പേയ്മെന്റ് മെത്തേഡ് ആണോ ഉപയോഗിക്കേണ്ടത് നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ അത് പ്രകാരം നമ്മൾ ആഡ് സെറ്റ് ചെയ്ത് പേയ്മെന്റ് അടച്ച് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പരസ്യം ലൊക്കേറ്റ് ചെയ്ത ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. സോ ഇവിടെ ഈ ഒരു പരസ്യത്തിന്റെ അടിയിലുള്ള ബട്ടൺ എന്ത് വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. വാട്സാപ്പിലാണോ എൻക്വയറി വരേണ്ടത്, ഫോൺ കോൾ ആയിട്ടാണോ വരേണ്ടത്, അല്ല ആൾക്കാർ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയാണോ വേണ്ടത്. സോ എന്ത് ടൈപ്പ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് എൻക്വയറി വരേണ്ടത്, മെസ്സഞ്ചറിലൂടെ വേണോ, ഇൻസ്റ്റാഗ്രാമിലൂടെ വേണോ, വാട്സാപ്പിലൂടെ വേണോ, ഫോൺ കോൾ വേണോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ സംവിധാനത്തിന് പറയുന്ന സംഗതിയാണ്, ഇതേപോലെ ആഡ് സെറ്റ് ചെയ്ത് റൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് എന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നത്? ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒരു പരസ്യം കണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്തു. സോ അത് കഴിഞ്ഞ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വന്നു, നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് ചാറ്റ് ചെയ്തു. സോ അങ്ങനെയായിരിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്. സോ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത് ആ പരസ്യം ബിസിനസ് ചെയ്യുന്നവരെ കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ, സോ ഇങ്ങനെയുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. സോ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക ചാറ്റ് വിൻഡോയിൽ. അതായത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറികൾ ബിസിനസ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനോ, അല്ലെങ്കിൽ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാനോ ഒക്കെ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എസ് എന്ന് കമന്റ്. ഓക്കെ, പലരും എസ് എന്ന് കമന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് ഇത് സർവീസ് ചെയ്തു കൊടുക്കുമ്പോഴായിക്കോട്ടെ, സോ ഏത് തരത്തിലുള്ള ആൾക്കാരിലേക്ക് ഈ പരസ്യം എത്തണമെന്ന് നമുക്കിത് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അപ്പൊ ഇത് സ്വന്തം ബിസിനസ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ എൻക്വയറീസും ബിസിനസ്സും കണ്ടെത്താൻ സാധിക്കും. സോ സ്വന്തമായിട്ടൊരു ബിസിനസ് ഇല്ലെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അല്പസമയത്തിനുള്ളിൽ അവതരിപ്പിക്കുന്നുണ്ട്. സോ ഇപ്പൊ ഞാനിവിടെ കാണിച്ചത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഫേസ്ബുക്കിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവം. അതായത് ഫേസ്ബുക്ക് തന്നെ നമുക്കൊരു പാനൽ തരുന്നുണ്ട്. ഇതേപോലെയുള്ള പരസ്യങ്ങൾ സെറ്റ് ചെയ്യാനും റൺ ചെയ്യാനും വേണ്ടി തന്നെ ഒരു പാനൽ ഫേസ്ബുക്ക് തരുന്നുണ്ട്. ഞാൻ അതിന്റെ ആ ഒരു ഡാഷ്ബോർഡ് കാണിക്കാം, അല്ലെങ്കിൽ ആ ഒരു ആഡുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് തന്നെ തരുന്ന ഒരു പാനൽ നമുക്ക് ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഫേസ്ബുക്കിന്റെ ഹോം പേജിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഇവിടെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ആഡ്സ് മാനേജർ, ഇതിനൊരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. അതുവഴിയും സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള സംഗതിയാണ്. ഫേസ്ബുക്കിന്റെ കമ്പ്യൂട്ടറിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആഡ്സ് മാനേജറിലേക്ക് പോകാൻ സാധിക്കും. മൊബൈലിലാണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആഡ്സ് മാനേജർ അല്ലെങ്കിൽ മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പാനൽ ലഭിക്കും. ഈ പാനലിനകത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ആഡുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ കാണിച്ച ബൂസ്റ്റ് പോസ്റ്റ് പോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ ഇവിടെ നമുക്കത് എത്ര ലീഡ്സ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ എത്ര രൂപയായി എന്നൊക്കെയുള്ള കണക്കുകൾ ഇവിടെയും കാണാൻ സാധിക്കും, ബൂസ്റ്റ് പോസ്റ്റിലും കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടി ചില ആഡുകൾ റൺ ചെയ്തിരിക്കുന്ന അതിന്റെ റിസൾട്ടുകൾ കൂടെ കാണാൻ സാധിക്കും. മഹീന്ദ്ര ഹോം ലോൺസ് കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം ഒക്കെ ബേസ് ചെയ്ത് ആഡ് റൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, 1756 രൂപ മുടക്കി 148 എൻക്വയറീസ് ആണ് ലഭിച്ചിരിക്കുന്നത്. സോ ഒരു എൻക്വയറിക്ക് ലഭിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഡേറ്റ ലഭിക്കുന്നത് വെറും 11 രൂപയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ലോൺ എടുക്കാൻ താല്പര്യമുള്ള ഒരു പരസ്യം കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. അത് ഏത് ലൊക്കേഷനിലുള്ള ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്നതും ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ആഡ് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുക്കാനോ ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പേജ് ഇല്ലാത്തവർ പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിനകത്ത് പോസ്റ്റുകളൊക്കെ ഇട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി സെറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെടും. ഓക്കെ, നമുക്കിനി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായാലും വെറും 5 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിച്ചാലോ? ഒരു പ്രോഗ്രാമിംഗ് ഇല്ല, അത് റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്.
ഒരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും. റെഡിയാ? യെസ്, റെഡിയാണ്. സോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഉപയോഗിക്കുന്നതും ഒരു AI ടൂളാണ്. സോ AI ടൂളിന്റെ പേര് മിക്സോ എന്നാണ് ആ ടൂളിന്റെ പേര്. ഓക്കെ, AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂൾ, മിക്സോ, MIXO.io. ഇതാണ് ആ ടൂൾ എന്ന് പറയുന്നത്. നമുക്ക് മിക്സോയ്ക്കകത്തൊരു വെബ്സൈറ്റ് ഒരെണ്ണം ലൈവ് ആയിട്ട് ഇപ്പം തന്നെ ഒരെണ്ണം നിർമ്മിക്കാം ഒരു 5 മിനിറ്റ് കൊണ്ട്. ഓക്കെ, MIXO.io എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. MIXO.io, MIXO.io. ഈ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ. ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, ഒരു ഫിറ്റ്നസ് സെന്ററിൻ്റെതാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 1 പേജ് ഫിറ്റ്നസ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ, ഗാലക്സി ഫിറ്റ്നസ് എന്നൊരു പേര് ഇവിടെ കൊടുത്തു, ഇൻ കൊച്ചി, ഇന്ത്യ. ഓക്കെ, കൊച്ചിയിലാണ് ഫിറ്റ്നസ് സെന്റർ എന്ന് ഇവിടെ കൊടുത്തു. നമുക്ക് ആ ഒരു കമാൻഡ് ഇവിടെ കൊടുത്തിട്ട് ക്രിയേറ്റ് മൈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കും. ഇത് തനിയെ വെബ്സൈറ്റ് ഉണ്ടാക്കി തരും. നമുക്ക് എന്റെ 2 കൈകളും ഫ്രീ ആണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് AI ഉപയോഗിച്ചുകൊണ്ട്. ഇമേജുകളൊക്കെ സെലക്ട് ചെയ്തു, കണ്ടന്റുകളൊക്കെ സെലക്ട് ചെയ്തു, വന്നു കഴിഞ്ഞു, അതിന്റെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഗെറ്റ് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. ഓക്കെ, പ്രീമിയർ ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി, ഇന്ത്യ. കൊച്ചി എന്നൊക്കെ ഉള്ളത് അതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് വന്നിരിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ കൊടുത്ത കമാൻഡിനകത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അത് വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുകയാണ്. സോ അതേപോലെ തന്നെ ഫിറ്റ്നസ് സെന്ററിൽ ഉപയോഗിക്കുന്ന ആ ഡംബൽസും അതേപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സും ഒക്കെയുള്ള ഇമേജുകൾ ഇവിടെ വന്നിരിക്കുന്നതാണ്. വർക്കൗട്ട് ചെയ്യുന്നത്, ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇമേജുകളൊക്കെ അത് തനിയെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ റിവ്യൂ വരെ എഴുതിയിരിക്കുന്നു. അതായത് നമ്മുടെ ഫിറ്റ്നസ് സെന്ററിനെ കുറിച്ച് റിവ്യൂ വരെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജോയിൻ ഗാലക്സി ഫിറ്റ്നസ് ടുഡേ എന്ന് പറഞ്ഞ് ജോയിൻ അസ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എഡിറ്റ് ചെയ്ത് നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഫോൺ കോൾസ് വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമേജുകളോ അല്ലെങ്കിൽ നമ്മുടെ ലോഗോയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ലോഗോ വേണമെന്നിരിക്കട്ടെ. സോ സൈറ്റ് ലോഗോ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് സൈറ്റ് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോൾഡറിൽ എവിടെയാണോ നമ്മുടെ ലോഗോ കിടക്കുന്നത് ആ ലോഗോ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ അപ്ലോഡ് എന്ന് കൊടുത്തു. ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത ലോഗോ നമ്മുടെ സൈറ്റിനകത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ തന്നെ അപ്ലോഡ് ചെയ്ത് ഡിജിറ്റൽ മാഗ്നറ്റ് അതവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതേപോലെ നമുക്ക് ഇതിനകത്ത് ഏത് ഇമേജും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ലിങ്ക് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പെയ്ഡ് വെർഷൻ വേണോ എന്നൊക്കെ അവർ ചോദിക്കും. ഓക്കെ, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അല്പസമയത്തിനുള്ളിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ഒന്ന് ഔട്ട്പുട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ പെയ്ഡ് ചോദിക്കുകയാണെങ്കിൽ ബാക്ക് അടിച്ച് പോയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഇപ്പം പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ ഇതിനകത്ത് 100-ലധികം വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം പലപ്പോഴായിട്ട് നിർമ്മിച്ചതും പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചതും ഒക്കെയാണ് ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. ലാസ്റ്റ് നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് ലിങ്ക് ആയിട്ട് എടുക്കാൻ പോവുകയാണ്. സോ അതിന് മുമ്പ് ഇതിനകത്ത് എനിക്ക് ഒരു ഇമേജ് കൂടെ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് ലൈവായിട്ട് കാണിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഇമേജിന് പകരം എന്റെ കയ്യിലുള്ള വേറൊരു ഇമേജ് വെക്കണമെന്നിരിക്കട്ടെ. ജസ്റ്റ് അതിനകത്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന് പകരം വേറെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സോ എന്റെ കയ്യിലൊരു ഇമേജ് ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആ ഇമേജ് അപ്പോൾ അവിടെ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു കോഴ്സിന്റെ ഇമേജ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഒരു ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. സോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഇമേജ് ഇപ്പോൾ അവിടെ വരുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഓൺലൈൻ കോഴ്സിന്റെ ഒരു പോസ്റ്ററാണ് അവിടെ ആഡ് ചെയ്തത്. അതവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ഇമേജുകളും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ പബ്ലിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ നമുക്ക് ലിങ്ക് ആയിട്ട് തന്നെ ലഭിക്കാം. ലിങ്ക് ഇപ്പൊ ഞാൻ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന്റെ പെയ്ഡും ഫ്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് കാണിക്കാം. ഓക്കെ, നമ്മൾ പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുവാണെങ്കിൽ ഇതേപോലെ galaxyfitness.com എന്ന് പറയുന്ന കസ്റ്റം ഡൊമൈൻ ആക്കി ഇതിനെ മാറ്റാൻ സാധിക്കും. ഫ്രീ വേർഷനിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ലിങ്ക് ഇതേപോലെ ആയിരിക്കും, MIXO.io/KFC
ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ് നെയിം എല്ലാം കാണും. പക്ഷേ ഇതിന് പൈസ ഒന്നും കൊടുക്കേണ്ട, എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനോ എല്ലായിടത്തും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മന്ത്ലി റെന്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുവാണെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിന്റെ പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് അതിന് ചിലവാകുന്ന പൈസയും നമ്മുടെ സർവീസ് ചാർജും കൂടെ നമുക്ക് ഈടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. നോക്കിയാൽ നമ്മളിപ്പോൾ നിർമ്മിച്ച സൈറ്റിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ലിങ്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഗെറ്റ് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി വിത്ത് ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ലൈവായിട്ട് നിർമ്മിച്ച സൈറ്റാണ് ഈ കാണുന്നത്. അതിന്റെ ലിങ്കാണ് ഞാനിപ്പോൾ അഡ്രസ് ബാറിൽ നിന്ന് കോപ്പി ചെയ്ത് ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഞാനിതിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതായത് ഒരു മുൻപരിചയം ഇല്ലാത്തവർക്കും ഇപ്പോൾ വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. AI ഉപയോഗിച്ചുകൊണ്ട്, അതും സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റുകൾ നിർമ്മിക്കാം. മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു ടൂൾ കൂടെ നമ്മൾ കണ്ടാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. പ്രോഗ്രാമിംഗ് ഒന്നുമില്ലാതെ നിർമ്മിക്കുന്നത്. യെസ്, ഓക്കെ. സോ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു അടിപൊളി ടൂളാണ് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂൾ. wordpress.org എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 14,000-ലധികം വെബ്സൈറ്റിന്റെ മോഡലുകൾ അവൈലബിൾ ആണ്. അത് എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. ഒന്നൊന്ന് പ്രോഗ്രാം ചെയ്ത് സൈറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, wordpress.org എന്നാണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഇതിൽ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ്സിന് പറ്റിയ രീതിയിലുള്ള റെഡിമെയ്ഡ് സൈറ്റിന്റെ മോഡലുകൾ അവൈലബിൾ ആണ്. സോ അതിന്റെ ലോഗോയും ഫോൺ നമ്പറും എല്ലാം നമുക്ക് മാറ്റി നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. 14,000-ലധികം ഫ്രീ തീമുകൾ കാണാൻ സാധിക്കും. 40,000 ഫ്രീ തീമുകൾ. തീം കൊണ്ട് ഉദ്ദേശിക്കുന്ന സൈറ്റിന്റെ മോഡലുകളാണ്. ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് വേണമെങ്കിൽ ഇവിടെ ഇ-കൊമേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്ന ഇ-കൊമേഴ്സ് സൈറ്റിന്റെ മോഡലുകൾ നമുക്ക് ലഭിക്കും. അതിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഒരു സ്കൂളിന്റെ വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു വർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. ഇവിടെ സ്കൂൾ ഒന്ന് സെർച്ച് ചെയ്യാം. സോ നമുക്ക് സ്കൂളിന്റെ വെബ്സൈറ്റിന് പറ്റിയ രീതിയിലുള്ള മോഡലുകൾ ലഭിക്കും. അതിൽ ഒരെണ്ണം എടുത്ത് എഡിറ്റ് ചെയ്ത് ഫോൺ നമ്പറും അതേപോലെ തന്നെ സ്കൂളിന്റെ പേരും എല്ലാം മാറ്റി നമുക്ക് സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ കമ്പനി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 90% പേരും ഈ വേർഡ്പ്രസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം വേർഡ്പ്രസിനകത്ത് പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. എന്നാവട്ടെ നല്ല അടിപൊളി സൈറ്റുകൾ, നല്ല മോഡലുകളിലുള്ള സൈറ്റുകൾ അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതിനെ കസ്റ്റമൈസ് ചെയ്താൽ മതി. കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും ഇമേജുകളും എല്ലാം അതിനകത്തുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇമേജുകൾ നമ്മുടെ ബിസിനസ്സിന് മാച്ച് ചെയ്യുന്നതല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഇമേജുകൾ മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ള മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ. അതിന്റെ കസ്റ്റമൈസേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. സോ അപ്പം വേർഡ്പ്രസ്സും നല്ലൊരു ടൂളാണ് പ്രോഗ്രാമിംഗ് ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ. wordpress.org എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തീംസ് എന്ന് പറഞ്ഞ സംഗതി കാണാൻ പറ്റും. ഓക്കെ, തീംസ്, അതിലൂടെ നമുക്ക് അതിനെ എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ ഈ വെബ്സൈറ്റ് ഡിസൈൻ പോലെയുള്ള സംഗതികളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞ കാര്യം ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെബ്സൈറ്റ് നിർമ്മിക്കാൻ പലരും വലിയ പൈസകൾ കൊടുത്തിട്ടും അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നടക്കാതെ വരികയും അല്ലെങ്കിൽ എപ്പോഴും വലിയ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സോ ഇതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഇതേപോലെ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു. ഓക്കെ, വേർഡ്പ്രസിന്റെ പ്രൈസ് എത്ര വരും? വേർഡ്പ്രസ് ഫ്രീ ആണ്. ആക്ച്വലി വേർഡ്പ്രസിനകത്തുള്ള 14,000 തീമുകൾ ഫ്രീ ആണ്. അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ പൈസ മുടക്കേണ്ടി വരുന്നത് വെബ്സൈറ്റ് അഡ്രസ്സിനുള്ള പൈസയും ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടുന്ന പൈസയും മാത്രമേ ചിലവ് വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 2,000-3,000 രൂപയ്ക്ക് അകത്തുള്ള ചിലവ് മാത്രമേ വരത്തുള്ളൂ. വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹോട്ടലുകളിലൊക്കെ പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന തിരുവനന്തപുരത്തൊക്കെ നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോ ആണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും നടത്തി വരുന്നു. കോവിഡ് വരെ. കോവിഡിന് ശേഷം നമുക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇങ്ങനെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്ന നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതാണ്, അദ്ദേഹം ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഒരു കമ്പനിക്ക് 35,000 രൂപ കൊടുത്തു. അവർ വെബ്സൈറ്റ് ഒക്കെ നിർമ്മിച്ചു തന്നു. പക്ഷേ എല്ലാ വർഷവും വെബ്സൈറ്റ് റിന്യൂ ചെയ്യാൻ, പുതുക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് 28,900 രൂപ ഈടാക്കിയിരിക്കുകയാണ്. ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിന് എല്ലാ വർഷവും 2000 അല്ലെങ്കിൽ 3000 രൂപ മാത്രം റിന്യൂവൽ ചാർജ്, പുതുക്കാനുള്ള ചാർജ് കൊടുക്കേണ്ട സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ 22,900 രൂപ ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്ന് പറയാൻ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും. നമ്മൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറിന് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്ത് ഒരു ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. സോ അതിലൂടെ നമുക്ക് ആ കസ്റ്റമറിൽ നിന്ന് തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ആദ്യമേ ഒരു കസ്റ്റമറിന് കിട്ടി നല്ല പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇനി അവർ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും നല്ലൊരു ബിസിനസ് മോഡൽ അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തുടക്കത്തിൽ കുറച്ച് പ്രോഫിറ്റ് കുറവാണെങ്കിലും അവരെ കൂടെ നിർത്തുന്നു. പക്ഷേ ലോങ് ടൈമിൽ അവരിൽ നിന്നും മറ്റ് സർവീസുകൾക്ക് പൈസ ഈടാക്കി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള ഒരു ബിസിനസ് മോഡലിനോട് യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, പലരും എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ദ കമന്റ്സ്. സോ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ അതിലൊന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരംഭിച്ചത് 2016-ലാണ്. സോ 2016 നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുക 2 സ്റ്റാഫുകളേ ഉള്ളായിരുന്നു, ഞാനും ഒരു ടെലികോളറും. ഈ ടെലികോളർ കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ച് കൺവിൻസ് ചെയ്യുന്നു, അവർ ഹോട്ടലിൽ എത്തിക്കുന്നു, ഞാൻ പോയി ക്ലാസ് എടുക്കുന്നു. ഇതായിരുന്നു 2016 നമ്മൾ തുടങ്ങുന്ന സമയത്ത്. ഇപ്പൊ നമുക്ക് 44ഓളം സ്റ്റാഫുകളുണ്ട്. സോ ഈ 44ഓളം സ്റ്റാഫുകളിലേക്ക് ഇത് വളർന്നു വരാനുണ്ടായ കാരണം, അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ 2000, അതായത് 2020 ശേഷം, കോവിഡിന് ശേഷം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ്. ഓക്കെ, സോ ഓൺലൈനിൽ മാത്രമേ അത് 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇത് നമ്മുടെ സ്റ്റാഫുകളുടെ മീറ്റിംഗ് കൊച്ചിയിൽ നടത്തിയപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. സോ ഈ 44ഓളം സ്റ്റാഫുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചതും, അതേപോലെ തന്നെ 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഒരു 3 പ്രിൻസിപ്പിൾസിലൂടെയാണ്. ഈ 15,000 പാർട്ടിസിപ്പൻസിന്റെ കണക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിന് മുമ്പ് എന്താണ് ആ ബിസിനസ് പ്രിൻസിപ്പിൾസ്, 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. അത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ, അല്ലെങ്കിൽ ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ബിസിനസിനെ പറ്റി പറയുന്നുണ്ട്, അത് നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, സോ നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ദ കമന്റ്സ്. സോ ആക്ച്വലി ആ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ്. അത് ഏത് ബിസിനസ്സും വിൻ ചെയ്യണമെങ്കിൽ കസ്റ്റമർ വിൻ ചെയ്യണം. നമുക്ക് പൈസ തരുന്ന, നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന കസ്റ്റമർ വിൻ ചെയ്യണം. കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ കൊണ്ട് പ്രയോജനപ്പെടണം, നല്ല സർവീസും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകണം, എങ്കിലേ കസ്റ്റമർ വിൻ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തത് നമ്മുടെ എംപ്ലോയീസ് വിൻ ചെയ്യണം. എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ് ഒക്കെ കൊടുത്ത് അവരെ നമ്മൾ കൂടെ നിർത്തുക. സപ്ലയേഴ്സ്, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും, അവർക്കും കറക്റ്റ് സമയത്ത് പേയ്മെന്റ് കൊടുത്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവരും വിൻ ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ വിൻ ചെയ്യും. അതാണ് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. അത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്, അല്ല വൺ ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ അല്ല. ലോങ് ടൈമിൽ ഈ കസ്റ്റമറിൽ നിന്ന് എത്ര രൂപ കിട്ടും എന്ന് കണക്കാക്കി അതിനനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്യുക. മൂന്നാമത്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം ടെക്നോളജി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ പുതിയ ഒരുപാട് ടൂൾസും വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ടെക്നോളജികളും വരുമ്പോൾ തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ പേടിക്കേണ്ടി വരത്തില്ല. സോ ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. വിൻ വിൻ വിൻ, അതേപോലെ തന്നെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആരംഭിക്കുമ്പോഴോ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ ടോപ്പിക്കുകൾ കണ്ടു. ഇനി മറ്റ് ടോപ്പിക്കുകളിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, ഗൂഗിൾ സെർച്ചിൽ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവരാം, അതുപോലെ തന്നെ പല AI ടൂളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ. അതുകൂടാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡൊക്കെ കാണുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്, നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് എന്താണെന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ AI പവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മളിവിടെ ഓഫർ ചെയ്തത്. കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. സോ എവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും.
സോ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു വർഷമാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ സാധിക്കും. പിന്നെ ഇതിനാണ് ഈ 1 ഇയർ ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്. സോ എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും. സപ്പോർട്ടിന് വേണ്ടി നമുക്ക് ഇവിടെ 6 സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. സോ ഇവരെ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം. സെപ്പറേറ്റ് ലൈവ് ക്ലാസ്സുകളും ഉണ്ട്, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ക്ലാസ്സുകളും ഉണ്ട്. സോ അതേപോലെ തന്നെ ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, സോ മിഷൻ 36 ലാക്സ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് ഞാൻ വരുന്നുണ്ട്. മിഷൻ 36 ലാക്സ്, ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ എങ്ങനെ ഏൺ ചെയ്യാന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൂടാതെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് ചെയ്ത് പഠിക്കാൻ സാധിക്കും. പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ, യൂട്യൂബ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നത്, അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ, അതുകൂടാതെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, നമ്മൾ ഇന്ന് കാണുന്ന മറ്റൊരു ടോപ്പിക്കാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് കൂടാതെ വാട്സാപ്പിന്റെ ഓട്ടോമേഷൻ, വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിപ്ലൈ വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. വാട്സാപ്പ് ഓട്ടോമേഷൻ, AI ഏജന്റ്സ്, ബിസിനസ് ഓട്ടോമേഷൻ ടൂൾസ്, ഇങ്ങനെ 22ഓളം മോഡ്യൂൾസ് അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ്. ട്യൂസ്ഡേ 7:30 മുതൽ 9 വരെ 12 ലൈവ് ക്ലാസ്സുകൾ, അതാണ് 3 മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഫ്രൈഡേസിൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുകൂടാതെ എല്ലാ മാസങ്ങളിലും നടത്തുന്ന മെഗാ മീറ്റപ്പുകളിലും പങ്കെടുക്കാൻ സാധിക്കും. മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പെയ്ഡ് മെമ്പേഴ്സിനും ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കുക, ജോലിക്ക് ആളിനെ എടുക്കുക, ജോലി കണ്ടെത്തുക, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഐഡിയകൾ കണ്ടെത്തുക. സോ അത് എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിലാണ്, അതിലും പങ്കെടുക്കാം. സോ മിനിമം ആവറേജ് 36 ലൈവ് സെഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാനത് ഏത് പ്ലാറ്റ്ഫോമിലാണത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കാം. നമുക്കിവിടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. മാത്രമല്ല കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോഴേ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2020 മുതലേ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകളുണ്ട്. സോ ഞാൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് കാണിക്കാം. ഇതിന്റെ ആക്സസ് ഒരു വർഷത്തേക്ക് ലഭിക്കും. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് ലഭിക്കും. അപ്പം സമയമെടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം. നോക്കി, ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രാഫിക് ഡിസൈൻ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ മൈ ബിസിനസ്, വീഡിയോ എഡിറ്റിംഗ്, വെബ്സൈറ്റ് ക്രിയേഷൻ, പേയ്മെന്റ് ഗേറ്റ്വേ, ഇങ്ങനെ പോകുന്നു. സോ അത് നോക്കിയാൽ ബാച്ച് 1 ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ് 2020 ജൂൺ മാസം മുതലാണ് ആക്ച്വലി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിച്ചത്. സോ 2020 ജൂൺ മാസം മുതൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഡിസംബർ 30, 2025 എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കണമെങ്കിൽ ലാസ്റ്റ് ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നേരത്തെ പഠിക്കാൻ സാധിക്കും, ഓരോ ലൈവ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ. സോ ലൈവ് ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഫീസും മറ്റു കാര്യങ്ങളിലേക്കും വരാം. അതുകൂടാതെ തന്നെ ഇതിനകത്ത് എന്ത് ബോണസുകളൊക്കെയാണ് ലഭിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ലഭിക്കും. ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലാതെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 17,000 രൂപ കൊടുക്കേണ്ടതാണ്. ഇതിന്റെ ലൈസൻസ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സ് ലഭിക്കും. 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഐഡിയകൾ, സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കും. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ്. ഈ കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് റെക്കോർഡ് വീഡിയോസ്, സോഫ്റ്റ്വെയറുകൾ, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, സപ്പോർട്ട് എല്ലാം അടങ്ങുന്നത്. സോ എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ്. അതിൽ തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പറഞ്ഞാൽ ഫൈനൽ ഓഫർ ഫീസ് എന്ന് പറയുന്നത് വെറും 6,500 മാത്രമാണ്. ഇത് ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് വരുന്നത്. സോ ഈ ഒരു ഓഫർ ഫീസിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെട്ടത്. നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും വന്നിരിക്കുക. അതിന്റെ അഡ്മിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുക, ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. സോ ആ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുകയും ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്.
ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് എങ്ങനെയാണ് ആക്ച്വലി ബുക്ക് ചെയ്യുന്നത് ഞാൻ മൊബൈലിൽ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിനകത്ത് എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക, ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അവർക്ക് അയക്കുക. സോ അയച്ചു കഴിഞ്ഞാൽ അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ വാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. സോ ഇതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലൈവ് ക്ലാസ്സുകളുടെ ഡേറ്റുകൾ കാണാൻ പറ്റും. ജനുവരി 6, ജനുവരി 13, ജനുവരി 20. അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകൾ, അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് ഇന്ന് രാത്രി തന്നെ കിട്ടും. സോ ഇമ്മീഡിയറ്റ്ലി തന്നെ ലോഗിൻ ചെയ്ത് പഠനം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിലും ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. ഇട്ടിവ GP അദ്ദേഹം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൈമർ കൂടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. സോ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6500 എന്ന് പറയുന്ന ഓഫർ ഫീസ് ലഭിക്കത്തില്ല. വെബ്സൈറ്റ് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ.com എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്. സോ അത് ആണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 14,500 എന്ന് പറയുന്ന ഓഫർ ഫീസ് മാത്രമാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ പേയ്മെന്റ് ലിങ്ക് മാത്രമേ ഉള്ളൂ. സോ 6500 എന്ന ഓഫർ ഫീസ് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സ്, നിങ്ങളുമായിട്ട് കോൺടാക്ട് ഉള്ള എക്സിക്യൂട്ടീവിനെ തന്നെ കോൺടാക്ട് ചെയ്തെങ്കിലാണ് ആ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് 10 ബുക്കിംഗ്സിന്. ഓക്കെ, സോ ഇക്തിവ സാർ അൺമ്യൂട്ട് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ബിനോയ് സാറിലേക്കായിരിക്കും വരുന്നത്. അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇക്തിവ സാർ? അടുത്തത് ബിനോയ് കൊട്ടാരത്ത് അല്ലെങ്കിൽ ഇക്തിവ. ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ചാറ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഹലോ സാർ, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ബിനോയ്, സന്തേശ്വരി. ഓക്കെ സാറേ, ഞാനല്ലോ കുറച്ച് ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് ഹോം നേഴ്സ് സ്ഥാപനം ചെയ്യുന്നുണ്ട്, കൊട്ടാരത്ത് ഹോം നേഴ്സ്. ഓക്കെ, പിന്നെ അടുത്തൊരു ഡയറക്ഷൻ കമ്പനി ചെയ്യുന്നുണ്ട്, DXN എന്ന കമ്പനി ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു മൈൻഡ് ക്ലാസ്സിൽ പിന്നെ LIC ഏജന്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ ഫേസ്ബുക്ക് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടോ? എന്റെ പ്രശ്നമാണെങ്കിലേ എനിക്ക് ബൂസ്റ്റ് ചെയ്യുമ്പോ എനിക്ക് ലീഡ്സ് കിട്ടുന്നില്ല. എനിക്ക് എല്ലാം അറിയാം, ആഡ്സ് മാനേജർ അറിയാം, ക്യാൻവസ് സെറ്റ് അറിയാം, എല്ലാം എവറിത്തിങ് ഐ നോ. ഞാൻ വിപിൻ സാറിന്റെ ക്ലാസ് പങ്കെടുത്ത വ്യക്തിയാണ്. ഡോക്ടർ വിപിൻ, മൈൻഡിന്റെ. അതിൽ DMR ഞാൻ പോയ വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അവിടെ ഇപ്പൊ പഠിപ്പിക്കുന്നത് മൈൻഡാണ്. ഓക്കെ, എമൗണ്ട് ആഡ് ചെയ്തു. പക്ഷെ അതല്ല, എനിക്കുണ്ടല്ലോ എന്റെ പ്രശ്നം. എനിക്കിപ്പോ ഒരു ഇത് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിംഗ് അല്ലെങ്കിൽ DXN പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ലീഡ്സ് വരുന്നില്ല. അപ്പൊ യൂട്യൂബില് എനിക്ക് ലീഡ്സ് വരുന്നില്ല. ഓക്കെ, ആക്ച്വലി അവിടെ നമ്മൾ ലീഡ്സ് പ്രോപ്പറായിട്ട് ലീഡ്സ് കിട്ടണമെങ്കിൽ ആ ഒരു ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഈ ലൊക്കേഷൻസ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ഏജ് ഗ്രൂപ്പ്, അത് കൂടാതെ അതിനകത്തൊരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. അതിനെപ്പറ്റി ഏജ് നമ്മള് ഞാൻ നോക്കുന്നത്, നമ്മള് ഹോം നേഴ്സിംഗ് ആണെങ്കിൽ നമ്മളൊരു 25 to 60 ആണ് കൊടുക്കുന്നത്. പിന്നെ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഒരു 20 to 75 കൊടുക്കുന്നുണ്ട്. അതുപോലെ LIC ആണെങ്കിൽ ആ രീതി കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, തൃശ്ശൂര്, അതുപോലെ എല്ലാ 15 കിലോമീറ്റർ 20 കിലോമീറ്ററിൽ കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ലീഡ്സ് വരുന്നില്ല മാത്രമല്ല. ബഡ്ജറ്റിന്റെ പ്രശ്നവും ചിലപ്പോൾ കാണുമായിരിക്കും. ബഡ്ജറ്റ് ഒരു മിനിമം ബഡ്ജറ്റ് ഒരു 300 ഒക്കെ നമ്മൾ കൊടുക്കുന്നു. അതൊക്കെ കൊടുക്കുന്നുണ്ടോ? ബഡ്ജറ്റ് ഞാൻ കൊടുക്കുന്നത് ഡെയിലി 300 കൊടുക്കുന്നുണ്ട്. ഡെയിലി നമ്മുടെ 5 days കൊടുക്കുന്നത്. അത് വിപിൻ സാർ പറഞ്ഞു 300. ഓക്കെ, നമ്മുടെ എക്സിക്യൂട്ടീവിന് ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ആ ആഡ് അക്കൗണ്ട് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് വേറെ എന്തെങ്കിലും സെറ്റിംഗ്സ് വരും. ഷിജിക്ക് ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ
നമ്മുടെ ടീമിലുള്ളവർ തന്നെ ആഡ് അക്കൗണ്ട് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പ് ഉള്ളത് പറഞ്ഞു തരും. അത് അപ്ലൈ ചെയ്യാം. ഷിജിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കുന്നത് ഞാൻ നോക്കാൻ പറഞ്ഞിട്ട്. അതൊന്ന് അയച്ചു കൊടുത്താൽ മതി. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊസീഡ് ചെയ്ത് എനിക്ക് സ്വന്തം യൂട്യൂബ് ലിങ്ക്, എനിക്ക് സ്വന്തം യൂട്യൂബ് ഉണ്ട്. പക്ഷെ എനിക്ക് വ്യൂസ് കുറവാണ്, അതിലും കുറവാണ്. ഓക്കെ 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 അതിന് അതുകൊണ്ടാണ് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ കേൾക്കുന്ന വ്യക്തിയാണ്. ബിനോയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അത് നമ്മുടെ എനിക്ക് സാറിന്റെ സഹായം വേണം തീർച്ചയായിട്ടും. എന്തായാലും സാറിന്റെ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് സാറിന്റെ 1.5 വർഷം സാറിന് ഞാൻ ഇതായിട്ടില്ല, പേയ്മെന്റ് ചെയ്തില്ല. ഞാൻ പേയ്മെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നമുക്കിവിടെ 5-6 എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്തുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. ഓക്കെ സാർ, താങ്ക് യു. എനിക്ക് 1-to-1 എനിക്ക് ഇതാണ്. കാരണം മറ്റോടത്ത് 1-to-1 ഇല്ല. അത് ഭയങ്കര ഒരു പ്രത്യേക രീതിയിൽ ക്ലാസ് ആയിപ്പോ. ഡയമണ്ട് അത് ഇത് ഒരു പൈസ 1.5 ലക്ഷം ഒക്കെ. അതുകൊണ്ട് സാധാരണ പറ്റുന്നില്ല. ഓക്കെ അത് ഒരു മെസ്സേജ് അയച്ചാൽ മതി, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞാൻ മാഡത്തിന് ഷിജി മാഡത്തിന് അയച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി. ഓക്കെ ഷിജി മാഡമായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത്. ഓക്കെ, ഷിജിയോട് ഞാൻ സംസാരിക്കാം. അപ്പൊ എന്റെ യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന എല്ലാം കൂടി എനിക്ക് കൂടുതൽ ലീഡ്സ് കിട്ടണം സാറേ. വേറൊന്നുമില്ല, പൈസയുടെ കേസല്ല, പൈസ നോ പ്രോബ്ലം. എനിക്ക് ലീഡ്സ് വേണം. മനസ്സിലായി. റെഗുലർ ആയിട്ട് ലീഡ്സ് കിട്ടിയെങ്കിലേ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ആകെ കിട്ടുന്നത്, ഞാൻ സാധാരണ ചെയ്യുന്നത് പരസ്യം, കൊട്ടാരത്ത് ഗവൺമെന്റ്സിന്റെ പരസ്യം ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇവിടെ തിയേറ്ററും കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള തിയേറ്ററിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫിലിം പരസ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലീഡ്സ് വരുന്നില്ല, അവിടുന്ന് ലീഡ്സ് വരുന്നില്ല. ഞാൻ ഇത്രയും 5,000 രൂപ കൊടുത്തു പരസ്യം കൊടുക്കാനായിട്ട്. ചെക്ക് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ തരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ മറ്റു ചില പാർട്ടിസിപ്പൻസും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾസിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ ബേസിക്സ് ആണ് നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇർഷാദ് അലി ഇൻവൈറ്റ് ചെയ്യാം. ഹലോ ചോദിച്ചോളൂ. സാറേ ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് യുഎഇയിൽ ഒമാനിലെല്ലാം വാലിഡ് ആണോ? അതെ, ഗൾഫ് കൺട്രീസിലെല്ലാം വാലിഡ് ആണ്. ആക്ച്വലി നമ്മുടെ കോഴ്സിൽ പഠിച്ചിട്ടുള്ളതിൽ 30-40% പേരും ഗൾഫ് കൺട്രീസിലാണ്. നമ്മുടെ ആഡുകൾ റൺ ചെയ്യുന്നതിൽ പകുതി കൂടുതലും ഗൾഫ് കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിവിടെ അഫിലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അഫിലിയേറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. നമുക്കിവിടെ ഒരു അഫിലിയേറ്റ് സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ചും അതെ അത് 1 വർഷം കഴിഞ്ഞാല് അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. 3 മന്ത്സ് കഴിഞ്ഞാൽ ഇവിടുന്നുള്ള പിന്നെ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും ആഫ്റ്റർ 3 മന്ത്സ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് ഉടനെ വരുന്നുണ്ട്. അതിനു മുമ്പ് ആക്ച്വലി ഇപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സോ അതുപോലെ തന്നെ പലരും പേയ്മെന്റ് അടച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വിളിക്കാം. അവരുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സ്ആപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ചില പേയ്മെന്റ്സ് ആണ്. പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് എൻട്രി ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് ഇമ്മീഡിയറ്റ്ലി ലഭിക്കുന്നതായിരിക്കും. ജിനേഷ്, ബിനു, KV, ഹരി, അരവിന്ദ്, ലക്ഷ്മി, ഡിറ്റോ. ഓക്കെ, സോ അത് കൂടാതെ ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെന്റ് അടച്ചവരുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. നമ്മുടെ ലിങ്ക് വഴി അടച്ചവരും. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ച് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 3-4 ടൂൾസ് നമ്മൾ കണ്ടല്ലോ. സോ അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ട ടൂളാണ് ഡിസൈൻ ചെയ്യുന്ന ടൂള്. അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേഷന്, അത് കൂടാതെ തന്നെ ഫേസ്ബുക്കിലെ ബൂസ്റ്റിങ്. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ സ്വന്തം ബിസിനസ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ ബിസിനസ് ഇല്ലെങ്കിൽ ഈ മിഷൻ 36 lakhs എന്ന് പറയുന്ന ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്താണ് മിഷൻ 36 lakhs കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വർഷത്തിൽ എത്ര ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു
മിഷനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ അതിനെ മന്ത്ലി ഗോളാക്കി മാറ്റുക. ഒരു മാസം 3 ലക്ഷം രൂപ വെച്ച് ഓരോ മാസം 3 ലക്ഷം രൂപ വെച്ച് ഏൺ ചെയ്യാൻ സാധിച്ചാൽ 12 ഗുണം 3 36 എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. സോ അവിടെ 2 സ്കില്ലുകൾ മിനിമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്യുന്ന സ്കില്ലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്കില്ലും. സോ ഡിസൈൻ ചെയ്യുന്ന 2 ടൂളുകൾ ഞാൻ ഇവിടെ കാണിച്ചു, ബിങ് ഇമേജ് ക്രിയേറ്റർ, അത് കൂടാതെ തന്നെ ക്യാൻവ. ഈ 2 ടൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസൈൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ബൂസ്റ്റിങ്ങും ആഡ്സ് മാനേജറും അത് ഞാനിവിടെ കാണിച്ചു തന്നു. ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു. ഈ 2 സ്കില്ലുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലയൻസിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ക്ലയൻസിനെ കണ്ടെത്താൻ യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ആഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. സോ അതിനുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ക്യാൻവ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് ക്യാൻവയിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ റെഡിമെയ്ഡ് പോസ്റ്റർ കിട്ടും. അതായത് പോസ്റ്റർ ഉണ്ടാക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ റെഡിമെയ്ഡ് പോസ്റ്റേഴ്സ് നമുക്ക് ക്യാൻവയിൽ തന്നെ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യുക, നമുക്ക് കിട്ടുന്ന പോസ്റ്ററുകളിൽ നിന്ന് സോ നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റർ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മളത് പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എൻക്വയറീസ് ലഭിക്കും. സോ ഒരു മാസം നമുക്ക് കിട്ടുന്ന എൻക്വയറീസിനകത്ത് ഒരു മാസം ഒരു 2 ക്ലയൻസിനെ നമുക്ക് കിട്ടുന്നോന്നിരിക്കട്ടെ. സോ ഒരു 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് ഒരു 10 ക്ലയൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും സർവീസസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ മന്ത്ലി 30,000 പേ ചെയ്യുന്ന 10 ക്ലയൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ 3 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഇതിന് എഫർട്ട് അത്യാവശ്യമാണ്. ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ വെബ്സൈറ്റ് ക്രിയേഷനും കൂടെ നമ്മൾ ആരംഭിക്കുക. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന 2 ടൂളുകൾ ഞാൻ ഇവിടെ കാണിച്ചു. ഒന്ന് മിക്സോയും രണ്ടാമത്തത് വേർഡ്പ്രസ്. അത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വെബ്സൈറ്റ് ക്രിയേഷനും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നിലനിർത്താനുള്ള ചില മെത്തേഡുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എത്ര രൂപ ചാർജ് ചെയ്യണം, ഒരു കസ്റ്റമർ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ശീലം കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതായത് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ, അതായത് പുതിയ പല കാര്യങ്ങളും നമ്മൾ വീഡിയോകളിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ പഠിക്കുന്ന ഒരു ശീലം നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതോടൊപ്പം ഈ ഒരു ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യുക. വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് നമ്മൾ തുടക്കത്തിൽ ഒരു അഫോർഡബിൾ റേറ്റ് ചാർജ് ചെയ്ത് മുന്നോട്ട് പോയി അവരിൽ നിന്ന് പിന്നീട് സർവീസുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അല്ലാതെ വലിയ പൈസ ഈടാക്കിയ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ നമ്മുടെ കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഏജൻസി നടത്തുന്ന ആളാണ് ബിനോജ് ഷാക്കിർ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഈ കാണുന്നത്. സോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് മേര ABT എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. മന്ത്ലി 5 lakhs മുകളിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഈ മെത്തേഡ്സും ടെക്നിക്സും ടൂൾസും എല്ലാം പഠിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. സോ അതേപോലെ തന്നെ വിവേക്, അദ്ദേഹത്തിന്റെ സ്ഥലം തൃശ്ശൂരാണ്. മന്ത്ലി തന്നെ 3 lakhs മുകളിൽ അദ്ദേഹത്തിന് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത് കൂടാതെ മമത ഫ്രം തൃശ്ശൂർ. ശശികുമാർ സാർ, അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില ക്ലയൻസിന് സർവീസസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിയിലാണെങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് സമയം കണ്ടെത്തി ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പ്രമീഷ് ഫ്രം വൈക്കം. അർജുൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്യുന്നു. ഐഷ ഒരു വീട്ടമ്മയാണ്. ആക്ച്വലി പൊൻകുന്നത്താണ് സ്ഥലം. ഒരു വരുമാനത്തിന് വേണ്ടിയാണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. സോ അതിനുശേഷം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സർവീസസ് ചെയ്ത് കൊടുത്ത് ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡ്സും വെബ്സൈറ്റ് ക്രിയേഷനൊക്കെ ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു. സോ ആ രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് പ്രയോജനപ്പെടും. അതേപോലെ തന്നെ ഷൊർണൂറുള്ള ശശികുമാർ സാർ, അദ്ദേഹം ഒരു മാസം തന്നെ 2 ലക്ഷത്തിലധികം രൂപ ഒരു ഏജൻസി കൊടുത്തുകൊണ്ടിരുന്നതാണ് നേരത്തെ. സോ അതെല്ലാം ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 80,000 രൂപ താഴെ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം 1-2 കമ്പനികൾ റൺ ചെയ്യുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗിന് വേണ്ടിയാണ് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീജ മാഡം കൊല്ലത്താണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. ആ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ജയദേവൻ, ഇദ്ദേഹത്തിന്റെ സ്ഥലം കോയമ്പത്തൂരാണ്, തമിഴ്നാടുകാരനാണ്. സോ മലയാളം മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഏജൻസിയും ഉണ്ട്. അതേപോലെ തന്നെ ഹോം അപ്ലയൻസസിന്റെ സെയിൽസ് ആൻഡ് സർവീസ് സെന്ററും ഉണ്ട്. സോ അപ്പോൾ ഇങ്ങനെ പലരും സ്വന്തം ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ട് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുകയോ ഈ മേഖലയിൽ ജോലി കണ്ടെത്താനോ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സോ യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേറ്റിംഗ് അല്ലെങ്കിൽ ഒരു മണി മേക്കിംഗ് സ്കില്ല് തന്നെയാണ്. സോ അതിനുവേണ്ടി നമ്മളെ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റ് ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലെ ലക്ഷങ്ങളുടെ കണക്കുകളെല്ലാം ഞാൻ അവിടെ പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് ഞാൻ എത്രത്തോളം രൂപ വരുമാനം ഉണ്ടാക്കുന്നത്, എന്റെ വരുമാന സോഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. കാരണം ഇവിടെ ലക്ഷങ്ങളുടെ കണക്കുകളാണല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത്.
സർവീസസിനെ പറ്റി പറയുന്നു. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ്. സോ ഇതിനകത്തൂടെ എനിക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നു, എന്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ അത് യെസ്, പലരും യെസ് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്റെ വരുമാന സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 ഇൻകം സോഴ്സസ് ആണ് ആക്ച്വലി എനിക്ക് ഇതിൽ നിന്നുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അല്പസമയത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി. ട്രെയിനിങ് പ്രോഗ്രാംസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. സോ ഈ സർവീസസ് ആണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ ഇതിലേക്ക് വരുവാണെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരുവാണ്. ലേണിംഗ് പ്ലാറ്റ്ഫോം ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം. ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ഒരു 4 വർഷത്തെ സ്റ്റുഡൻസിന്റെ കണക്കിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിൽ പലപ്പോഴായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഡാഷ്ബോർഡിൽ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നു. നോക്കി 15,007 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിലേക്ക് കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്തവരാണ്. സോ ഈ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 6,500 എന്ന് പറയുന്ന നമ്മുടെ ഓഫർ ഫീസാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 4 വർഷത്തെ റവന്യൂ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് എന്ത് മെത്തേഡാണ്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ആണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് പോലെയുള്ള സംഗതികൾ യൂസ് ചെയ്താണ് ആക്ച്വലി നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസിലേക്ക് അഡ്മിഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, 9,75,00,000, 9,75,00,000 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2,43,00,000 എന്ന് പറഞ്ഞാൽ 243 lakhs എന്ന് പറയുന്നതാണ് ഇയർലി റവന്യൂ എന്ന് പറയുന്നത്. ഇതിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് ആഡും ഇൻസ്റ്റാഗ്രാം ആഡുമാണ്. സോ അതാണ് ഞാനിവിടെ പറഞ്ഞത്. 36 lakhs എന്ന് പറയുന്നത് നിങ്ങൾ എഫർട്ട് ഇടുകയാണെങ്കിൽ അത് അച്ചീവബിൾ ആയിട്ടുള്ള സംഗതിയാണ്. 36 lakhs per year എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചത്, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഈ കോഴ്സിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള പലരുടെയും എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. സർവീസസ് നമ്മളിവിടെ ഇൻഡിവിജ്വൽസിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കമ്പനികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഏതായാലും ചില ക്ലയൻസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ഇത് നമ്മുടെ ക്ലയൻസ് ലിസ്റ്റിലുള്ളവരെല്ലാം ചിലരാണ് ആക്ച്വലി. അതിനകത്ത് ബിൽഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്, ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്. സോ ഈ ഒരു സർവീസസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയുള്ള മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ വർക്കാണ്. എന്നാൽ ആവറേജ് 5 lakhs to 8 lakhs പെർ മന്ത് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആവറേജ് ഒരു 80,000 എന്ന് പറയുന്ന ഫിഗറാണ്. സോ ഞാനിത് ഡീറ്റെയിൽസ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ അറ്റൻഷൻ സ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ 3 കാര്യങ്ങളാണെങ്കിലും ഉണ്ട്. ഒന്ന്, ആ കോഴ്സിലേക്ക് വേണ്ടുന്ന ഒരു ഫീസ്. രണ്ടാമത്തത് നമ്മുടെ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. മൂന്നാമത്തത് നമ്മുടെ ശ്രദ്ധ അതിനു വേണ്ടി കൊടുക്കണം. സോ ഇതിലൂടെ നമ്മൾ ഈ 3 കാര്യങ്ങളും പേ ചെയ്യുകയാണ്. ഓക്കെ, ഈ പേ ചെയ്യുന്നതിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഗതിയാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്കുകൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. 9:30 വരെയാണ് നമ്മുടെ സെഷൻ. 20 മിനിറ്റോടെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിലേക്ക് യെസ് റെഡിയാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയക്കുന്ന അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സോ ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ ആക്ച്വലി 6,500 അവൈലബിൾ ആയിരിക്കുന്നില്ല. അവിടെ 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് 6,500 ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയക്കുക. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ 7,500 പ്ലസ് 7,000 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സോ ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് സെല് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നമ്മൾ നേരെ amazon.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, amazon.in-ലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ താഴേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും സെൽ ഓൺ ആമസോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു സെല്ലർ അക്കൗണ്ട്.
ഓക്കെ, സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു സെല്ലർ അക്കൗണ്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് പറയുന്നത് ആമസോൺ സെല്ലർ സെൻട്രൽ എന്നാണ് പറയുന്നത്. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് സെല് ചെയ്യാൻ സാധിക്കും. സോ ഇതിനകത്തുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് പലരും പ്രയോജനപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. നമുക്ക് ഇതിൽ വന്ന് ബനാന ചിപ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഉപ്പേരി ഇതിനകത്ത് ആൾക്കാർ കേരള ബനാന ചിപ്സ് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന കാണാൻ സാധിക്കും. ഓക്കെ, സെർച്ചിൽ ആദ്യം കൊണ്ട് വന്നിരിക്കുന്നുണ്ടോ, സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ പരസ്യത്തിലൂടെ നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പറ്റും. സോ പല സെല്ലേഴ്സിനും അത് അറിയത്തില്ല സെർച്ചിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ. നമ്മളത് മനസ്സിലാക്കുവാണ്. നമ്മളൊരു പുതിയ സെല്ലർ ആണെങ്കിൽ സെർച്ചിൽ ആദ്യം കൊണ്ടുവന്ന് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. 230 രൂപ എന്ന് പറഞ്ഞാൽ 300 ഗ്രാമിനാണ് ആക്ച്വലി. അത് 1 കിലോയ്ക്ക് ആയതുകൊണ്ട് 1000 രൂപയ്ക്ക് അടുത്തായി. സോ 1000 രൂപയ്ക്ക് നമ്മൾ ഉപ്പേരി ഇതിനകത്തോട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ പല പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരച്ചീനി കമ്പുകൾ പോലും ആൾക്കാർ ഇതിനകത്തോട് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു. ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മരച്ചീനി കമ്പുകൾ ഇതിനകത്തോടെ സെല് ചെയ്യുന്നത്. ഓക്കെ, ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. അതായത് കേട്ടോ 319 രൂപയ്ക്ക് 10 കഷ്ണം കമ്പുകളാണ് ഇതിനകത്തോടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പാക്ക് ഓഫ് 10 319 രൂപ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് ആക്ച്വലി ഇത് മേടിക്കുന്നത്? ഇത് ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സംഭവമാണല്ലോ, പിന്നെ ഇത് ആര് മേടിക്കാനെന്ന്. സോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആമസോൺ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സോ അവിടെ നമ്മുടെ നാട്ടിൽ ഒട്ടും വിലയില്ലാത്തതോ അല്ലെങ്കിൽ വില കുറഞ്ഞൊരു സാധനം വില കൊടുത്ത് വാങ്ങിക്കാൻ വേറെ സ്ഥലത്ത് ആൾക്കാരുണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ അത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ ആൾക്കാർ ഇതിനകത്തൂടെ വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇത് മാത്രമാണോ? ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, കോക്കനട്ട് ഷെല്ലെന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിരട്ടയുണ്ടല്ലോ, വീട്ടിൽ വെറുതെ കിടക്കുന്ന ചിരട്ട പോലും ആൾക്കാർ ഇതിനകത്തൂടെ വിറ്റ് വരുമാനം ഉണ്ടാക്കും, തേങ്ങയെക്കാളും വലിയ വിലയ്ക്ക്. ഓക്കെ, ഞാനിവിടെ കോക്കനട്ട് ഷെല്ലെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് 560 രൂപ. 4 കിലോ ചിരട്ടയാണ് 560 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. 4 കിലോ ചിരട്ട 560 എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് ഏതാണ്ട് 140 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. 1 കിലോ തേങ്ങയ്ക്ക് 140 രൂപയില്ല, പക്ഷെ 1 കിലോ തേങ്ങയ്ക്ക് ചിരട്ട 140 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ എന്ന് പറയുന്നത്. സോ ആമസോണിലൂടെ സെല്ല് ചെയ്യാൻ ഉള്ള ശ്രമം നടത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, ഓൺലൈനിൽ മേടിക്കുന്നുണ്ട്. നമ്മളൊരു ബയറായിട്ട് മാത്രം ഇരിക്കുക, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊരു സെല്ലർ കൂടി ആയി മാറുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ബയർ മാത്രമല്ല, ഒരു സെല്ലർ കൂടിയായി മാറാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആമസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ GST വേണം. ആക്ച്വലി GST വേണം. GST ഇപ്പം നമ്മുടെ വീട്ട് അഡ്രസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, GST ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില പ്രോഡക്റ്റുകളുണ്ട്. ബുക്കുകളൊക്കെ GST ഇല്ലാതെ സെല് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ബുക്കുകളൊക്കെ. കാരണം അതിനൊന്നും GST കൊടുക്കേണ്ട. GST എക്സംപ്റ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞ ചില കാറ്റഗറികളുണ്ട്. സോ അതിന് GST വേണ്ട. പക്ഷെ മോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റിനും GST വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വലി ആമസോണിനെ കുറിച്ചിട്ടുള്ള സംഗതി. പറഞ്ഞാൽ ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് സെല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു പ്രോഡക്റ്റും കയ്യിൽ ഇല്ലെങ്കിലും ആമസോണിലൂടെ വിറ്റ് വരുമാനം ഉണ്ടാക്കാനുള്ള സംഗതി. ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ പലരുടെയും ഒരു കൺസേൺസ് അതായിരിക്കും, ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ചു, അത് സ്റ്റോക്ക് ഇരിക്കുന്നു, അത് വിറ്റഴിക്കാൻ പറ്റിയില്ല, അത് നഷ്ടം വരത്തില്ലേ? സോ അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അത് എന്താണെന്ന് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് സ്റ്റോക്ക് വേണ്ട, പക്ഷേ നമുക്കത് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കുണ്ട്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഓർഡർ വരുമ്പോൾ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. 2 ഡേയ്സ് ഗ്യാപ്പ് കിട്ടും. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് അയച്ചില്ലെങ്കിലായിരിക്കും അത് ക്യാൻസൽ ആയി പോകുന്നത്, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്കത് കണ്ടെത്താനുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഇല്ലാതെയും ബിസിനസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കടക്കാർക്കോ പല പ്രോഡക്റ്റുകളും കാണും. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് ആ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് തരാനോ അല്ലെങ്കിൽ ആ ഫോട്ടോസ് എടുക്കാനുള്ള അനുമതി ചോദിക്കുക. ഇങ്ങനെ അതിനകത്തൂടെ നമ്മൾ ആമസോണിലൂടെ സെല്ല് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. സോ ഒരു പ്രോഫിറ്റ് തരത്തക്ക രീതിയിൽ ഒരല്പം വില കുറച്ച് തരാനും കൂടെ ആവശ്യപ്പെടുക. അവരതിന് സമ്മതിക്കും. കാരണം അവർ ആ പ്രോഡക്റ്റുകൾ എങ്ങനെയും വിറ്റഴിച്ചാൽ മതിയല്ലോ. അവർക്ക് ഇടനിലക്കാർ വഴിയോ അല്ലാതെ വിൽക്കുന്നതിനേക്കാളും ഓൺലൈനിലൂടെ വിൽക്കാൻ ഒരാൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. അവരതിന്റെ ഫോട്ടോസ് തരാൻ റെഡിയാവും, അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുക. ഓർഡർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അയച്ചു കൊടുക്കുക. സോ നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള പലരും അങ്ങനെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവർക്ക് നല്ല ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് സ്റ്റോക്കുകൾ എടുക്കാൻ തുടങ്ങിയത്. സോ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് വേണമെങ്കിൽ ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ആമസോൺ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇനി നമുക്ക്
ടൂളുകളുമായിട്ട് ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസും പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി ഈ ടൂളുകൾ വരുമ്പോൾ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിനുള്ള ഒരു ആൻസർ ഞാൻ ഒരു എക്സാമ്പിളോട് കാണിക്കാം. സോ കുറച്ച് ആളുകൾക്ക് മുമ്പ് കണ്ണൂരിലുള്ള ഒരു വലിയൊരു സ്റ്റുഡിയോയിൽ എന്നെ ക്ലാസ്സിന് വിളിച്ചായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 7-8 ഡിസൈനേഴ്സൊക്കെ ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അതിന്റെ ഓർഡർ വിളിച്ച് പറഞ്ഞു, ക്ലാസ് എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു സാർ. ഈ ക്ലാസ്സിൽ പറഞ്ഞ ഇന്ന ടൂള് കാരണം എനിക്ക് 2 സ്റ്റാഫിനെ കുറയ്ക്കാൻ പറ്റി. അത് കിട്ടിയോടെ 2 സ്റ്റാഫിനെ കുറയ്ക്കാൻ പറ്റി. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ആ ക്ലാസ്സിൽ പങ്കെടുത്ത 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ആക്ച്വലി 2 പേരുടെ ജോലി നഷ്ടപ്പെടാൻ ഇടയായത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. ആ ക്ലാസ്സിൽ പറഞ്ഞൊരു ടൂളാണ് ആക്ച്വലി remove.bg എന്ന് പറയുന്ന ഒരു ടൂള്. www.remove.bg. അതായത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഈ remove.bg നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. remove.bg എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിനേക്കാളും അടിപൊളി ടൂളുകൾ ഇപ്പം അവൈലബിൾ ആണ്. ഗൂഗിൾ ജെമിനിയിലൊക്കെ ഞാനിപ്പം പറയാൻ പോകുന്ന സംഗതികളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നിരിക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇമേജ് നമ്മൾ ഇവിടേക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. അതാണ് ഈ ടൂൾ ചെയ്യുന്നത്. ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ 1 മിനിറ്റ് കൊണ്ട് കാണിക്കാം. ഈ ഒരു ഇമേജ്, രജനീകാന്തിന്റെ ഈ ഒരു ഇമേജ്, ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ പഴയ രീതിയിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് സമയമെടുത്ത് എന്നിട്ടായിരിക്കും അത് റിമൂവ് ചെയ്യുന്നത്. അരമണിക്കൂർ സമയമൊക്കെ എടുത്ത് പഴയ രീതിയിൽ ഉപയോഗിക്കുന്നവർ. അതേസമയം ഈ ഒരു remove.bg ആണെങ്കിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക, ആ സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. നമുക്കൊരു ആ ഇമേജ് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. രജനീകാന്തിന്റെ ഇമേജ് ആണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. സോ എത്ര പെട്ടെന്നാണ് ആക്ച്വലി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ലഭിച്ചു. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ അരമണിക്കൂറോ 1 മണിക്കൂറോ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതേപോലെയുള്ള നിരവധി ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് ChatGPT, ജെമിനി പോലെയുള്ള ടൂളുകൾ നമുക്ക് ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഒക്കെ എഴുതി തരും. പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് തരും നമ്മുടെ ജെമിനിക്കകത്ത്. സോ അപ്പൊ ടൂളുകൾ വരുമ്പോൾ പലരുടെയും ജോലിക്ക് ഒരു ഭീഷണിയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിലാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. നമ്മളെ ഒരു കമ്പനിയിൽ പെട്ടെന്ന് പറഞ്ഞിടാൻ പറ്റത്തില്ല. കാരണം 1.5 ആൾ അല്ലെങ്കിൽ 2 പേര് ചെയ്യുന്ന ജോലിയൊക്കെ ഒരാളിരുന്ന് ചെയ്യും ടൂളുകൾ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പക്ഷേ ഇതൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലോ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസും കിട്ടത്തില്ല. ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബിസിനസ്സിനകത്തും നമ്മൾ ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഇതൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും. നമ്മൾ കാഴ്ചക്കാരായിട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റെഡിയാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മണി മേക്കിംഗ്, യെസ് റെഡിയാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവർക്ക് ബേസിക് നോളജ് ആണ്. ഇത് മനസ്സിലാക്കാൻ പറ്റുമോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താലെന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കോഴ്സിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ തരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ബേസിക് നോളജ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ലഭിക്കുന്നതായിരിക്കും. പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിത് പറയാൻ കാര്യം നമ്മുടെ പെയ്ഡ് കോഴ്സിൽ പഠിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാൽ അദ്ദേഹം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞത് നിനക്കിതൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടെന്ന്. ഒരു കൂട്ടുകാരനോട് ചോദിച്ചതാണ് ആമസോണിലൂടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമോ, എനിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരല്പസമയം കൂടുതൽ എടുക്കും എന്നുള്ളത് മാത്രം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഒരാൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കുക. അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും, നമ്മുടെ അറിവ് വർദ്ധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടക്കാം. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പാസീവ് ഇൻകം. ഓക്കെ, എന്താണ് പാസീവ് ഇൻകം, എന്താണ് ആക്റ്റീവ് ഇൻകം? ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് പോകുന്നു, ആ ജോലിയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടുന്നു. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മാത്രം കിട്ടുന്ന വരുമാനമാണ് ആക്റ്റീവ് ഇൻകം.
പക്ഷെ എക്കാലവും നമുക്ക് ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജോലി എക്കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലം. അപ്പൊ അവിടെ നമുക്കൊരു പാസീവ് ഇൻകം, അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു പാസീവ് ഇൻകം മെത്തേഡാണ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഒരു എക്സാമ്പിളിലൂടെ ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ.com എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിന്റെ സൈഡിൽ കണ്ടോ, ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു പരസ്യം വെച്ചിരിക്കുന്നുണ്ടോ? സോ എന്തിനാണ് നമ്മുടെ ട്രെയിനിങ് കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് ആമസോണിന്റെ പരസ്യം വെച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആമസോണിലേക്ക് പോവുകയും ആമസോണിൽ ഇരിക്കുന്ന 17 കോടി പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു പാസീവ് ഇൻകം ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇൻകം കിട്ടുന്ന ഒരു സംവിധാനമാണ്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണമെങ്കിൽ, ആമസോണിൽ ചെയ്യണമെങ്കിൽ, ആമസോണിന്റെ സൈറ്റിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മുടെ അവിടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ GST ഒന്നും വേണ്ട, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. സോ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത്. സോ നമുക്കിവിടെ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ ഇരിക്കുന്ന ഏത് പ്രോഡക്റ്റിന്റെ ലിങ്കും എടുക്കാം. ആ ലിങ്കുകൾ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലൂടെയോ പ്രൊമോട്ട് ചെയ്യാം. സോ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടും. ഇനി നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒരാൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ പോകുന്നത് വിചാരിക്കട്ടെ, ഓൺലൈനിലൂടെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അവർ നേരിട്ട് ആമസോണിൽ കയറി വാങ്ങിച്ചാലും നിങ്ങൾ കൊടുക്കുന്ന കമ്മീഷൻ കിട്ടുന്ന അഫിലിയേറ്റ് ലിങ്കിലൂടെ പോയി പർച്ചേസ് ചെയ്യാൻ ഒരേ പൈസയാണ് അവർ ആമസോണിൽ അടക്കേണ്ടി വരുന്നത്. പക്ഷേ നിങ്ങളുടെ ലിങ്കിലൂടെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കും. സോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ ഇടയിൽ തന്നെ വേണമെങ്കിലും നമ്മുടെ അഫിലിയേറ്റ് ലിങ്കുകൾ കൊടുത്ത് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. അവർക്കൊരു നഷ്ടവും വരത്തുമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ആമസോണിന്റെ സൈറ്റിനകത്ത് ഏറ്റവും താഴെ ഓപ്ഷനുണ്ട്. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്ത് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ആമസോണിന് മാത്രമേ അഫിലിയേറ്റ് ലിങ്ക് ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നോക്കിയേ, നമ്മുടെ കമ്പനിയുടെ സൈറ്റിനകത്ത് മറ്റു പല ലിങ്കുകളും വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സൈറ്റ് വെച്ചിരിക്കുന്നു. സോ ഇങ്ങനെ നിരവധി കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവൻ നമ്മുടെ ട്രെയിനിങ് കമ്പനിയിൽ പോലും അഫിലിയേറ്റ് സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ട്രെയിനിങ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവര് മറ്റുള്ളവരെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഇൻകം ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഓക്കെ, ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കോഴ്സിനകത്തുണ്ട്. അതായത് കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ്. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഡെമോ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പങ്കെടുപ്പിക്കുമ്പോൾ അവരുടെ സ്വമേധയാ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇൻസെന്റീവ്സ് ലഭിക്കും. സോ അതാണ് ഈ ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന സംഗതി. സോ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. സോ എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതുകൂടിയാണ് യഥാർത്ഥത്തിൽ. സോ ഇപ്പൊ ഇവിടെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമാണ് ആക്ച്വലി നമ്മുടെ അഫിലിയേറ്റ് ആയിട്ട് എൻട്രി ഉള്ളത്. കാരണം നമ്മുടെ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി, കോഴ്സിന്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മറ്റൊരാളെ റെഫർ ചെയ്യുക എന്നുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു അഫിലിയേറ്റ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല കോഴ്സിൽ പഠിക്കുന്നവർക്ക് ഈ കോഴ്സിലേക്ക് മുടക്കിയ പൈസ തന്നെ 2 or 3 പേര് ജോയിൻ ചെയ്യുമ്പോൾ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് കൂടാതെ തന്നെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളത് ലൈവായിട്ട് ചെയ്ത് പഠിക്കാനും കൂടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ ആ സിസ്റ്റം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കാണും. അത് ആമസോണിലൂടെ ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേറെ ഒരു റിസ്ക്കും ഇല്ല. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇൻകം ലഭിക്കുന്നതാണ്. സോ അതെങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം ആയിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിങ്കുകൾ സോഷ്യൽ മീഡിയകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും ക്രമേണ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അത് എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്ത് കയറി പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു പാസീവ് ഇൻകം മെത്തേഡായിട്ട് അത് മാറും എന്നുള്ളതാണ്. ഓക്കെ 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 നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, വീണ്ടും പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. പേയ്മെന്റ് എറർ എന്ന് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് അയച്ചിരിക്കും. പേയ്മെന്റ് എറർ വന്നവര് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയക്കുക. സോ ആ സീറ്റ് അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നമ്മളൊരു 9:30 ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. റെഡിയാണോ? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്ന ഒരു സംഗതിയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്ന ഒരു സംഭവം.
ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് അഡ്രസ്സുകളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സുകൾ. ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ, വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ, സോ ആ സൈറ്റിന് നമ്മളൊരു പേര് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് കൊടുക്കുമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഗാലക്സി എന്നാണ് ഇരിക്കുന്നത്, ഗാലക്സി ഇൻഷുറൻസ്. ഇപ്പൊ galaxyinsurance.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സ്, ഇത് നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട സംഗതിയാണ്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 500-600 രൂപയൊക്കെയാണ് ഇതിന്റെ ആവറേജ് കോസ്റ്റ് വരുന്നത്. ഇത് സമയത്ത് എടുത്തില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതേ സ്പെല്ലിംഗ് ഉള്ള പേര് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ സ്പെല്ലിംഗ് ഉള്ള പേര് വേറൊരാൾക്ക് ലഭിക്കത്തില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാനത് എവിടുന്ന എടുക്കുന്നതെന്നുള്ളത് കാണിക്കാം. അതേപോലെ തന്നെ ഇത് സമയത്ത് എടുത്തില്ലെങ്കിലുള്ള പ്രശ്നത്തിനെ പറ്റിയും കാണിക്കാം. ഓക്കെ, ഇപ്പൊ ശബരിമല.com എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ വിചാരിക്കും ഇത് ഗവൺമെന്റിന്റെ സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള സൈറ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഈ ശബരിമല.com എന്ന് പറയുന്ന ഈ സൈറ്റ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുമല്ല, ഗവൺമെന്റിന്റെ കയ്യിലുമല്ല. ഇത് തോമസ് എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരാളുടെ കയ്യിലിരിക്കുകയാണ് കഴിഞ്ഞ 20 വർഷമായിട്ട്. അതിനകത്ത് അദ്ദേഹം അയ്യപ്പനെ കുറിച്ചും ക്ഷേത്രത്തിനെ കുറിച്ചും ഒക്കെയുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വെഹിക്കിൾ ബുക്കിംഗ്, അക്കോമഡേഷൻ ബുക്കിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിന്റെ ബിസിനസ് ഉണ്ട്. അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന, വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ബിസിനസ് ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. താഴേക്ക് നോക്കിയ പ്ലാൻ യുവർ ഹോളിഡേ ട്രിപ്പുകൾ, ബൈ ആൻഡ് സെൽ പ്രോപ്പർട്ടീസ്, റിയൽ എസ്റ്റേറ്റിന്റെ വരെ പരസ്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സമയത്ത് ഈ ഡൊമൈൻ നെയിം എടുക്കാതിരുന്നത് കൊണ്ടാണ് ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും ഇത് നഷ്ടപ്പെട്ടു പോയത്. സോ ഇവൻ ഇതിലേക്ക് ഇദ്ദേഹമായിട്ട് ചെറിയ ഇഷ്യൂ ഒക്കെ ആയിരുന്നു. അവസാനം കോടതി പോലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സൈറ്റ് യൂസ് ചെയ്യാം, ഇതിനകത്തൊരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ സൈറ്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതിനകത്തൂടെ ബിസിനസ് ലഭിക്കുന്നു. എങ്ങനെയാണ് ആക്ച്വലി? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ സർവീസസ് കൊടുക്കുന്നു. ആൾക്കാർ ആദ്യം വരുന്ന ഈ സൈറ്റിലേക്കായിരിക്കും, ഇത് കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നു, അദ്ദേഹം ആ സർവീസസ് കൊടുക്കുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ സമയത്ത് എടുത്തില്ലെങ്കിൽ ഇതേപോലെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി. ഒരു പേര് സമയത്ത് എടുത്തില്ലെങ്കിൽ. സോ ഇത് എവിടെ നിന്നാണ് ആക്ച്വലി ഇതേപോലെയുള്ള പേരുകൾ എടുക്കുന്നത്? അതിനുള്ള ഒരു സൈറ്റാണ് ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റ്. ഗോഡാഡി മാത്രമല്ല, മറ്റ് പല സൈറ്റുകളും ഉണ്ട്. ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ആ പേര് പിന്നെ എവിടെയും കിട്ടത്തില്ല. ഓക്കെ, godaddy.com എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ godaddy.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്നു നമുക്ക് ഈ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അവൈലബിൾ ആണെങ്കിൽ അത് അവൈലബിൾ എന്ന് കാണിക്കും, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കത്തില്ല. നോക്കിയാൽ galaxyinsurance.com എന്ന് ഞാൻ കൊടുത്തു. നോക്കിയാൽ galaxyinsurance.com ഈസ് ടേക്കൺ. വേറെ ആരോ എടുത്തുപോയി എന്നാണ് പറയുന്നത്, ഓൾറെഡി എടുത്തുപോയി. പിന്നെ അതിനകത്ത് നമുക്ക് അവിടെ പേര് മാറ്റിയൊക്കെ എടുക്കുന്നതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഗാലക്സി ഇൻഷുറൻസ് കേരള എന്നൊക്കെ പേരൊക്കെ മാറ്റി പേരിനകത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ സമയത്ത് തന്നെ ഈ ഡൊമൈൻ നെയിം എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, galaxyinsurance.com ഈസ് അവൈലബിൾ. 599 രൂപയെന്ന് കാണിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഡൊമൈൻ വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന ഒരു ബിസിനസ്സും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ കേരളത്തെ ലോക ഭൂപടത്തിൽ, ടൂറിസം ഭൂപടത്തിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, godsOnCountry.com എന്ന് പറയുന്ന ഡൊമൈൻ നെയിം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പല ടൂറിസം കമ്പനികളും നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് ഇത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് വലിയ വിലക്ക് ഇത് വിൽക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ godsOnCountry.com എന്നതിനകത്തൊന്ന് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്ത് നോക്കിയേ, ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ് ഓൺ കൺട്രി അല്ല, ഗോഡ്സ് ഓൺ കൺട്രി സെർച്ച് കൊടുക്കുകയാണ്. godsOnCountry.com ഡൊമൈൻ നെയിം വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ? 2,60,000 രൂപയ്ക്ക്. എന്ന് പറഞ്ഞാൽ വലിയ വിലയ്ക്ക് മേടിക്കാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും. ഇത് പലരും വാങ്ങിച്ചിട്ട് മറിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ന് പറയാൻ സമയത്ത് ഡൊമൈൻ നെയിം എടുത്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വലിയ വിലയ്ക്ക് ആരെങ്കിലും വാങ്ങിച്ച് വിൽക്കാൻ വെക്കുന്നതൊക്കെ ആയിരിക്കും നമുക്കുണ്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ സമയത്ത് മേടിക്കാൻ ശ്രമിക്കുക നമ്മുടെ ബ്രാൻഡ് നെയിം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഈ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേര് തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം ഞാൻ ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ 9-10 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ പലരും പറയും, ഓ സാർ ഓൾറെഡി ഞങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കി പോയായിരുന്നു, ഇപ്പൊ ക്ലാസ്സിൽ വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ഡൊമൈൻ നെയിം നമ്മുടെ പേരിൽ എടുക്കണമെന്നുള്ളത്. ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പം വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കിടക്കുന്നത് എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തന്ന ആളുടെ പേരിലാണ്. അതിപ്പോ ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ അവർ 25,000 രൂപ 50,000 രൂപയ്ക്ക് തന്നെങ്കിൽ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് അഡ്രസ്സ് ആരുടെ പേരിലാണോ കിടക്കുന്നത് അവരാണ് ആ വെബ്സൈറ്റിന്റെ ഓണർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു വീടുണ്ട്, വീട്ടിൽ നമ്മൾ സന്തോഷമായിട്ട് താമസിക്കുന്നു. പക്ഷെ ആ വീടിന്റെ ആധാരം ഇരിക്കുന്നത്, അത് പണിഞ്ഞു തന്ന മേശിരിയുടെ പേരിലാണെങ്കിൽ ആരാണ് ആ വീടിന്റെ ഓണർ? ആ മേശിരിയാണ്. ആ പണിഞ്ഞു തന്ന ആശാരിയോ മേശിരിയോ അവരാണ് ആക്ച്വലി ആ വീടിന്റെ ഓണർ. അതിന് തുല്യമാണ് ഒരു വെബ്സൈറ്റ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും, വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അത് ഉണ്ടാക്കി തന്ന ആളുടെ പേരിൽ കിടക്കുന്നത്.
അപ്പോൾ നമ്മൾ വലിയ പൈസ കൊടുത്ത് പലരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ വെബ്സൈറ്റിന്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവർ അതിനെപ്പറ്റി ഒന്നും മിണ്ടത്തില്ല. അവരുടെ പേര് തന്നെ ആയിരിക്കും ആ വെബ്സൈറ്റ് അഡ്രസ് എടുക്കുന്നത്, ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അബദ്ധം പറ്റാതിരിക്കുക എന്നുള്ളത് കൂടി ഞാനിവിടെ എടുത്തു പറയുന്നു. വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മുടെ പേരിൽ തന്നെ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും കൊണ്ട് വെബ്സൈറ്റ് ആൾറെഡി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങളുടെ പേരിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ അവരോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിന്റെ എൻഡിലേക്ക് വരാൻ സമയം 9:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നതിനെ പറ്റി കൂടി ഞാൻ ഒരു മിനിറ്റിൽ പറയാം. 2016 ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് ഞാൻ അന്നേ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ആണെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല. അപ്പം ഞാൻ കഴിഞ്ഞ 9-10 വർഷമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ക്ലാസ്സുകൾ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം പറയുന്നത്. മൂന്നാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം നിന്നാൽ പോരാ. ടെക്കീസ്, ടെക്നോ പാർക്ക്, അഡ്വർടൈസിങ് കമ്പനികൾ എല്ലാവരിലേക്കും എത്തുകയും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുകയും വേണം. അതുകൊണ്ടാണ് ഈ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിന്റെ അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പെയ്ഡ് കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇമീഡിയറ്റ്ലി ബന്ധപ്പെടുക. എങ്ങനെയാണ് വെബ്സൈറ്റ് ആരുടെ പേരിൽ ആണെന്ന് ചെക്ക് ചെയ്യുക എന്ന് സയ്യിദ് മുഹമ്മദ് ചോദിക്കുന്നുണ്ട്. അതിന് whois.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, whois.com. ഓക്കെ, ഞാൻ ആ സൈറ്റിന്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ അയച്ചു തരാം. GoDaddy Whois എന്ന് സെർച്ച് ചെയ്താൽ മതി. GoDaddy Whois. ഓക്കെ, Whois ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ഉണ്ട്. അവിടെ വന്ന് നമുക്ക് ആരുടെ പേരിലാണ് ആ വെബ്സൈറ്റ് കിടക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആരുടെ പേരിലാണ് ആ വെബ്സൈറ്റ് കിടക്കുന്നത് ചെക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇത് ആരുടെ പേരിലാണെന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. GoDaddy Whois എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് ലഭിക്കും. GoDaddy Whois. അപ്പൊ നിങ്ങളുടെ പേരിലാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ഞാനത് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചില കമ്പനികൾ അത് ഹൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ അവസരത്തിൽ അവരോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ ചെന്ന് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്യുക. ഇമെയിലിൽ മെയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിലല്ല എന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോസിംഗിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ മറ്റൊരു പാർട്ടിസിപ്പന്റ് ഓഫർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു. ഓഫറിന്റെ സ്റ്റാറ്റസ് എനിക്ക് ഇവിടെ അറിയാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാൻ സാധിക്കും. ചില ഗ്രൂപ്പുകളിൽ ആൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാത്ത ഗ്രൂപ്പുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ ഗ്രൂപ്പിലൊന്ന് എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തതിനും. ഓക്കെ, അപ്പൊ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാനും ബിസിനസ് വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ, താങ്ക് യു.